दरवाजा खोलो साहब, दरवाजा खोलो। फैज खान हूँ, दरवाजा खोलो साहब। नोकटे साहब दरवाजा खोलो। क्या हुआ बाबूजी? साहब वो लोगों ने सबको बंदी बना दिया। उन्होंने पंडित जी और उनकी बीवी को मार दिया है। तुम लोग किसी भी तरह यहाँ से निकलो। बेटी सिंदूर मिटाओ। हरामजादे, ये देश हमारा है, हमारा कश्मीर। यहाँ पे हिंदू और हिंदुस्तानियों की जरूरत नहीं, मुसलमान काफी है, सिर्फ मुसलमान। മോൻ പ്രാർത്ഥിക്കേ, ചേച്ചിയെ ദൈവം രക്ഷിക്കും. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ, മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞുമെല്ലെ അവരെന്നും പറന്നിറങ്ങും. ചെമ്മരിയാടുള്ള മലഞ്ചെരിവിൽ നല്ല ചന്ദനം മണക്കുന്ന താഴ്വരയിൽ അമ്മ മനമൊഴുകും, ചെല്ല മനമുറങ്ങും താലിപ്പിലി താരാട്ടിൽ. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ. കുഞ്ഞച്ചി മനസ്സൊന്നു നോവാതെ കുട്ടിന്നു നടന്നു കുഞ്ഞനിയൻ. ചിറകിന്റെ ചെറുനിഴലേകി അനിയന് തുണയായി പെൺകിളി. കുറുകുറെ കുറുമ്പായി കളിക്കുറുമ്പൻ, അഴകിങ്ങും അഴകായി കിളിക്കുറുമ്പി. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ, മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞുമെല്ലെ അവരെന്നും പറന്നിറങ്ങും. ചെമ്മരിയാടുള്ള മലഞ്ചെരിവിൽ നല്ല ചന്ദനം മണക്കുന്ന താഴ്വരയിൽ അമ്മ മനമൊഴുകും, ചെല്ല മനമുറങ്ങും താലിപ്പിലി താരാട്ടിൽ. എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കുന്നു. അന്നത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയിൽ നിന്ന് 14 വർഷത്തെ ഇടവേള. ആ ഓർമ്മകളൊക്കെ മഞ്ഞുറഞ്ഞ പോലെ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. എന്തിനാണ് ഇത്രയും വൈകിയത്?
കൂട്ടിയും കിഴിച്ചും ഇത്രയും നാളും എന്തിനാണ് കാത്തിരുന്നത്? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അറിയില്ല. എവിടെ നിന്ന് തുടങ്ങിയാലും ഈ യാത്ര എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് മാത്രം അറിയാം. ലാൻഡ് ചെയ്തും താൻ ഫോൺ ചെയ്തപ്പോ മുതല് കാത്തിരിക്കുക ഞങ്ങള്. തടിച്ച് കട്ടിമീശയൊക്കെ വെച്ച് താൻ ആകെ മിടുക്കനായിരിക്കണു. എത്ര കൊല്ലായി കണ്ടിട്ട്? 7 കൊല്ലം കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു തവണയെങ്കിലും നാട്ടിൽ വരണമെന്ന് തോന്നിയില്ലല്ലോ ഗൗതമന്. വാ. അന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി പോകുമ്പോ 1 കൊല്ലെന്നേ കരുതിയിരുന്നുള്ളൂ. പിന്നെ ഓരോന്നായിട്ട് അതങ്ങോട്ട് നീണ്ടുപോയി. ഇവിടെ വന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് അടിച്ചു പൊളിച്ച് ഒന്നും ബാക്കി വെക്കാതെ ഏതെങ്കിലും രാജ്യത്ത് പോയി ആരും അറിയാതെ ജീവിക്കണമെന്ന പ്ലാൻ. ഇപ്പഴാ അതിന് സമയായത്. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, അപ്പൊ തോന്നി പോലൊക്കെ ആവാം. ആരും ഇല്ലാഞ്ഞിട്ടും സ്വന്തം മിടുക്കൊണ്ട് പഠിച്ച് ഇവിടം വരെ എത്തിയില്ല ഇയാള്. തന്റെ അച്ഛന്റെ പഴയ പരിചയക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ ഭയങ്കര അഭിമാനം ഉണ്ടോ. അച്ഛന്റെ വെറും പരിചയക്കാരൻ മാത്രമാണോ ഉണ്ണിത്താനങ്ങൾ? എനിക്ക് അങ്കിളും ആന്റി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എങ്ങോട്ടൊക്കെ പോവായിരുന്നു എനിക്ക് പോലും അറിയില്ല. അതിന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? തന്റെ പരിശ്രമം പിന്നെ ദൈവാധീനവും. ആഹാ, ഇയാളോടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ സരോജം. കാപ്പി എടുക്ക്. കാപ്പി മാത്രം പോരാ, ഊണും വേണം. ആന്റി ഉണ്ടാക്കണ മൊളോഷ്യവും പാവയ്ക്കുപ്പേരയും 2-3 ദിവസം നിങ്ങളുടെ കൂടെ താമസിച്ചിട്ടേ പോകുന്നുള്ളൂ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാടിന്റെ ഒരു സുഖമില്ലേ. അതുകൊണ്ട് തന്നെയാ റിട്ടയർ ചെയ്തപ്പോ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് ഞങ്ങളും തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. മക്കളില്ലാത്തതിന്റെ വിഷമം തീരാൻ എന്നെ ദത്തെടുക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കും സന്തോഷം അല്ലേ സരോജം? പിന്നെ എന്നിട്ട് ഇവിടെ എവിടെങ്കിലും വന്ന് സെറ്റിൽ ചെയ്യേ. ഞങ്ങളൊരു കുട്ടിയെ നോക്കിയാലോ? കല്യാണം കഴിക്കണ്ടേ? അതിന് സമയമായിട്ടില്ല. പിന്നെന്താ പരിപാടി? തീരുമാനിച്ചില്ല. ചോദിച്ചു വാങ്ങിച്ചത് ഇപ്പൊ ട്രാൻസ്ഫർ. ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ജോയിൻ ചെയ്യാം. കമ്പനി ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസം അവധിയില്ല. കുറെ യാത്രകളുണ്ട്. ചില ആൾക്കാരെയൊക്കെ കാണണം. മേജർ ജോർജ് ജോസഫ് പുത്തമ്പുരക്കൽ ഇപ്പൊ നിനക്കൊരു മൈനർ ആയല്ലടാ പുല്ല്. വെള്ളം അടിച്ച് സുപ്പീരിയേഴ്സിനെ തെരമറിഞ്ഞതിന് കോർട്ട് മാർച്ച് ചെയ്തപ്പോഴും തല ഉയർത്തി പിടിച്ചിറങ്ങി പോന്നവനാടാ ജോർജ് ജോസഫ്. തൊപ്പി തെറിച്ചെങ്കിലും an army man is always an army man. ഒരു ആർമി മാൻ എത്ര അടിക്കണം നീ ആരാണ് തീരുമാനിക്കാൻ? എത്ര പെഗ് വേണിലും അടിച്ചോ. സാറിന്റെ ക്രെഡിറ്റ് കാർഡിൽ കാശില്ലെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് കറക്റ്റ്. മേജർ ജോർജ് ജോസഫിന്റെ ക്രെഡിറ്റ് കാർഡിൽ പണമില്ല. ഇതിനില്ല. 5-8 കൊല്ലമായി ഒരു ദിവസം മുടങ്ങാൻ നിന്റെ ഈ കോപ്പ് ബാറിൽ വന്ന് അടിച്ചടിച്ച് നില്ലായിട്ടാണ് ഇത്. നീ പുതിയ പയ്യനാ, എനിക്കൊന്നും അറിയില്ല. വിളിക്ക് എന്റെ മാനേജർ, അയാൾ വരട്ടെ. നില്ലായിട്ട് 5-6 ദിവസമായതുകൊണ്ട് നീ നിർത്തിക്കോളാൻ മാനേജർ തന്നെയാണ് പറഞ്ഞത്. ഞാൻ സ്മോൾ അടി നിർത്താൻ പറയാൻ അത്രക്ക് ധൈര്യമുണ്ടോ എന്റെ മാനേജർക്ക്? സ്മോൾ അടി നിർത്താൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് അടി നിർത്തിക്കോളാനാ പറഞ്ഞത്. അവരാരത് പറയാൻ? ഡേവിസേ, ജോർജ് സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോ. ബില്ലൊക്കെ ഈ സാർ സെറ്റിൽ ചെയ്തു. റമ്മ് തന്നെ അല്ലേ സാർ? പറയൂ, എന്റെ ബില്ല് സെറ്റിൽ ചെയ്യാൻ നീ ആരാ? പറയാം. ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഐ എം ഗൗതം മേനോൻ. ഇത് തന്നെയാണോ സാർ വീട്? അങ്ങനെ ചോദിച്ചാ എനിക്കുള്ള ഉറപ്പൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ഇതാക്കോട്ടും തുറന്നു നോക്ക്. തുറന്നുറപ്പാ എന്റെ വീട് തന്നെ. തന്നെ സമ്മതിക്കണോ? ഞാൻ എത്ര പെട്ടെന്ന് തുറന്നത്. ഞാൻ എത്ര ശ്രമിച്ചാലും സമ്മതിക്കൂല. ഈ കീഹോള് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിക്കളിക്കും. ഒടുക്കവനെ തോപ്പിക്കും. ഞാൻ ദൈ നടക്കിടന്ന കണ്ട് ഉറങ്ങും. എനിക്ക് അങ്ങനെ ഹൗസ് ഓർഡറാന്നുള്ള അഹങ്കാരമൊന്നുമില്ല. വകേറ്. അതെ, ഇങ്ങോട്ടാ. അങ്ങോട്ടാ. ഇതാണ് എനിക്ക് എപ്പോഴും. സാർ ഒറ്റയ്ക്കാണോ ഈ വീട്ടില്? വീട്ടില് മാത്രമല്ലടോ, ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക. എന്താ അതുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? അല്ല, വൈഫ് അവള് പോയി. 2 കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു, അവരെയും കൊണ്ടുപോയി. 18 കൊല്ലം മുമ്പാ ഒരു രാത്രിയില് ഓഫീസേഴ്സ് ക്ലബിൽ നിന്ന് മടങ്ങുമ്പോ അന്നവള് പറഞ്ഞതാ 2 പേർക്ക് കൂടുതല കാർ അവളെ ഓടിച്ചോളാന്ന്. സമ്മതിച്ചില്ല ഞാൻ. എത്ര എണ്ണം ചെന്നാലും സ്റ്റിയറിംഗിൽ കൈ സ്റ്റഡി ആയിരിക്കും എന്നുള്ള എന്റെ അഹങ്കാരം. ഡിസംബറിലെ ബിസ്റ്റും ദൂരെ നിന്ന് വരുന്ന 2 ഹെഡ്ലൈറ്റും ഒന്നും ഓർമ്മയില്ല. പിന്നെ ലോറിക്കടിയിൽ നിന്ന് എന്നെ വലിച്ച് പുറത്തെടുക്കുമ്പോ പപ്പടം പോലെ പൊടിഞ്ഞ കാറിനകത്ത് അവളും കുഞ്ഞുങ്ങളും പൊടിപ്പിള്ളേരായിരുന്നു. 2
ഉറങ്ങണം പോലെയാ തോന്നിയത്. ഒറ്റയടിക്ക് 3 പേരെയും കൊണ്ടുപോയി കർത്താവ്. പിന്നെ വെള്ളോടി നിർത്താൻ ഓരോരുത്തരുടെ ഉപദേശം, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉപദേശം കേൾക്കാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. അതോടെ ഡ്യൂട്ടി ടൈമിൽ വെള്ളമടിച്ച് സുപ്പീരിയേഴ്സിനെ പുലഭ്യം പറയുന്ന ഇറസ്പോൺസിബിൾ ഓഫീസറായി ഈ മേജർ ജോർജ് ജോസഫ്. ഒടുവിൽ കോർട്ട് മാർഷലും 3 വർഷത്തെ പണിഷ്മെന്റും. ഹാപ്പി. അന്ന് മുതൽ ഞാൻ ആഘോഷിക്കുക. എന്തതിശയമേ ദൈവത്തി സ്നേഹം, എത്ര മനോഹരമേ. അതുകൊട്ടെ, ഇയാളാരാ? ഇയാളെന്തിനാ എന്റെ ബില്ല് സെറ്റിൽ ചെയ്തത്? എന്തിനിപ്പോ എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നത്? എല്ലാത്തിനും ഒരു ഉത്തരവേ ഉള്ളൂ. സാറിന്റെ ദയ കൊണ്ട് കിട്ടിയ ജീവിതം എന്റേത്. അതിന് നന്ദി പറയാനാ വന്നത്. പണ്ടേ വരേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോഴായിരിക്കും സമയമായത്. സാറിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ അന്നത്തെ മേജർ ജോർജ് ജോസഫിനെ അറിയുന്ന ആരും ഇപ്പോഴില്ല. എന്നെ ഓർക്കാൻ കഴിയുമോ സാറിന്? അന്ന് എനിക്ക് 7 വയസ്സേ ഉള്ളൂ. അന്നത്തെ സാറിന്റെ മുഖം എൻ്റെ ഓർമ്മയിൽ കൃത്യമായിട്ട് വരുന്നില്ല. പക്ഷേ എന്നെ ചേർത്ത് പിടിച്ച് മുഖത്തും മുടിയിലും തലോടി ആശ്വസിപ്പിച്ച ഈ കൈകള് ഞാൻ മറന്നിട്ടില്ല. ഒരിക്കൽ കാശ്മീരിൽ ടെററിസ്റ്റുകൾ ബന്ദികളാക്കിയ കുറെ പാവങ്ങളെ രക്ഷിക്കാൻ വന്ന കമാൻഡോകളുടെ കൂട്ടത്തിൽ സാറുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ആ രാത്രി സാറിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടാവാതിരിക്കില്ല. അതെ സാർ, അത് തന്നെ. അന്ന് സാറിനോടൊപ്പം മറ്റൊരു മലയാളി ഓഫീസർ കൂടി ഉണ്ടായിരുന്നു, ഇല്ലേ? ഞങ്ങളുടെ കമാൻഡോ ചീഫായിരുന്നു കേണൽ ഹരീന്ദ്രനാഥ വർമ്മ. ഇപ്പോ റിട്ടയേർഡ് ജനറൽ ഹരീന്ദ്രനാഥ വർമ്മ. ജനറൽ ഹരീന്ദ്രവർമ്മയുടെ ഫാം ഹൗസ് ಗೊತ್ತಿಲ್ಲ. റിട്ടയർഡ് ജനറൽ ഹരീന്ദ്രവർമ്മ. ഏനോ ഇതിന് നേരെ പോയാൽ മതി. നടക്കണമെങ്കിൽ 5-6 കിലോമീറ്റർ പോകണം. ആ നിക്ക്, ആ വരുന്ന ട്രാക്ടർ അങ്ങോട്ടാ. ലോറൻസ് ചേട്ടാ, ഈ സാറിനോട് കൊണ്ടുപോ. വർമ്മ സാറിനെ കാണാനാ. ആരാ? അക്ബർ അലി. പേരല്ല ചോദിച്ചത്, ആരാ എന്താന്ന് അറിയാണ്ട് അങ്ങോട്ട് കൂട്ടിച്ചെന്നാ എന്റെ പണി തെറുക്കി. ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പത്രത്തിൽ നിന്നാ. ഈ മുന്തിരിയൊക്കെ എപ്പോഴാ പറിക്കുക? എന്താ പറിച്ചു കൊണ്ടുപോകാൻ വന്നതാ? അല്ല, സീസൺ എപ്പോഴാന്നാ ചോദിച്ചത്. എന്നോട് ചോദ്യം ചോദിക്കാൻ ഇയാൾ ആരാ? മാഷ? പോട്ടെ ലോറൻസ് ചേട്ടാ, സാർ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. ഇല്ലാത്തത് എഴുന്നവരായി പത്രക്കാര്. എനിക്ക് തീരെ ഇഷ്ടല്ല ഇവറ്റകളെ. അല്പം കൂടെ മയത്തിൽ സംസാരിച്ചൂടെ? ദാസാ, ഇവനത്ര ശരിയല്ല. ഇവനങ്ങടെ ഇറക്കി വിടുക. വർമ്മ സാറിന് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നമ്മുടെ പണി തെറിക്കും. സാറിന് എന്താ അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാനുള്ളപ്പോ നീ പറയണ്ട, ചോദിക്കേ. ഈ മോന്തയിൽ നോക്കി എങ്ങനെയാ ചോദിക്കുക? ഒന്ന് ചിരിച്ചൂടെ? അപ്പൊ ചിരിക്കാൻ അറിയാൻ ലോറൻസ് ചേട്ടന്. ഇനി ഞാൻ ചോദിക്കാം, റിട്ടയർഡ് ആയ ശേഷം വർമ്മ സാർ ഇവിടെയാണോ താമസം? പാലക്കാട് ഒരു വീടുണ്ട്, വല്ലപ്പോഴും അവിടെ പോകും. എന്നോടാ ചോദിച്ചത്, ഞാൻ പറഞ്ഞോളാം. പറഞ്ഞോ. സാറും ഭാര്യയും അമ്മയും ഇവിടെ തന്നെയാ താമസം. പിന്നെ ഒരു മോളുണ്ട്, അത് ബാംഗ്ലൂര് സാറിന്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാ പഠിക്കണേ. ഇനി എന്താ അറിയണ്ടേ? ഇനി ഞാൻ സാറിനോട് ചോദിച്ചോളാം. എങ്ങനെ ഈ നേരം വരെ എന്നോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിച്ചോളാന്നാ? എങ്കിൽ ലോറൻസ് ചേട്ടൻ തന്നെ പറ. അങ്ങനെ വഴിക്കുവാ. വണ്ടി നിർത്തണ്ട, ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ ഫാമും സാറ് താമസിക്കുന്ന ബംഗ്ലാവും പണ്ടൊരു സായിപ്പിന്റെ ആയിരുന്നു. ഫിലിപ്പ് ഹെൻറി സായിപ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ ബിൽഡിങ്ങോ? അതും സായിപ്പ് പണിത് തന്നെയാ. അവരതിന് വൈനറി എന്ന് പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞ സായിപ്പിന് കുടിക്കാൻ ഒരു കള്ള് ഷാപ്പ്. ആ സായിപ്പിന്റെ കാലത്ത് പണിക്ക് വന്നതായി എന്റെ അപ്പൻ. അപ്പന്റെ ഒപ്പം ഞാനും. പിന്നെ സായിപ്പിന്റെ കയ്യിന്ന് വർമ്മ സാറിന്റെ അച്ഛൻ വാങ്ങിച്ചു. ഞാൻ പറയണേന്റെ ഇടയിൽ കേറി പറയരുത്. ഇനി ഒന്നും പറയണമെന്നില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പത്രക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. നമ്മൾ പറയണേന് മുൻപ് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് സാറിന്റെ ഭാര്യ മാലതി തമ്പുരാട്ടി.
അയ്യോ തമ്പുരാട്ടിയുടെ അച്ഛന്റെ പേര് ഞാൻ മറന്നു. എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. വയലാർ രാമവർമ്മ എന്നല്ലേ? ലോറൻസ് ചേട്ടന് തോട്ടത്തിൽ പണിയില്ലേ? ഉണ്ട്. എങ്കിൽ ചെല്ല്. അല്ല, അച്ഛന്റെ പേര് ആരെങ്കിലും ചോദിച്ചാ പറയണ്ടേ? വേലായുധ വർമ്മ, ചാത്തൂട്ടി വർമ്മ എന്ന് പറയാൻ പറ്റുമോ? എന്താ അച്ഛന്റെ പേര് പറയാ? എത്ര നാണക്കേട്. ആരാ? ഹെഡ്ലൈൻ മാഗസിനിൽ നിന്നാ. ഇന്ന് മീറ്റ് ചെയ്യാന്ന് സർ പറഞ്ഞിരുന്നു. ഓ, ഇരിക്കൂ, വിളിക്കാം. മിസ്റ്റർ അക്ബർ അലി അല്ലേ? അതെ സർ. ഞാൻ ആലോചിച്ചു മിസ്റ്റർ അക്ബർ അലി, ആത്മകഥ എഴുതേണ്ട ഒരു ആവശ്യം ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ചു കാലം കൂടെ കഴിയട്ടെ. സർ പ്ലീസ്, ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ്. എഡിറ്ററും പ്രത്യേകം താല്പര്യം പറഞ്ഞു. രാജ്യത്തിന് ഇത്രയും കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള സാറിനെ പോലുള്ള ഒരാളുടെ ജീവിതം ലോകം മുഴുവൻ അറിയണം. പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ. അവർക്കതൊരു വലിയ ഇൻസ്പിറേഷൻ ആവും സർ. നോ, പേഴ്സണൽ എക്സ്പീരിയൻസ് പബ്ലിക് അറിയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലല്ലോ, സർവീസിലുള്ളപ്പോഴുള്ള സാറിന്റെ അനുഭവങ്ങളല്ലേ. മികച്ച സേവനത്തിന് ഇത്രയും ബഹുമതികൾ നേടിയിട്ടുള്ള ഒരു ആമ ഓഫീസറും അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അഴിമതിക്കാരായ മൂന്നാംകിട പൊളിറ്റീഷ്യൻസ് വരെ ആത്മകഥ എഴുതുന്നുണ്ട് സാർ ഇവിടെ. അതൊക്കെ ശരിയാണ്. എങ്കിലും എന്നെ പറ്റി ഞാൻ തന്നെ എഴുതേണ്ട ആവശ്യമില്ല. സർ പറഞ്ഞാൽ മതി, ഞാൻ എഴുതിയെടുത്തോളാം. അനുഭവങ്ങൾ സ്വന്തം വാക്കുകളിലൂടെ തന്നെ ആവുമ്പോഴേ കൂടുതൽ ശക്തമാവും. ബട്ട് സ്റ്റിൽ ഐ ആം ഡബിൾ മൈൻഡഡ്. ഹലോ ഹലോ, പിന്നെയും കട്ടായി. കിട്ടുന്നില്ലല്ലോ മാലതി. അവള് ട്രാവൽ ചെയ്തോണ്ടിരിക്കല്ലേ, റേഞ്ച് ഉണ്ടാവില്ല. അവളോട് ഞാൻ പിന്നെയും പറഞ്ഞതാ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് ഇപ്പൊ പറയാ നേരെ പോവാന്ന്. നിന്നോട് പറഞ്ഞിരുന്നോ ബാംഗ്ലൂർക്ക് പോകുന്ന? എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നമ്മേ. ആ, എനിക്ക് തോന്നി. കൊഞ്ചിച്ച് വഷളാക്കാൻ അച്ഛനുള്ളപ്പോ അച്ഛമ്മയുടെ വാക്കിന് എന്താ വില അല്ലേ? അവള് വന്നോളും, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ അവരോട് ഞാൻ എന്ത് പറയും? ആരോട്? അത് മറന്നോ നീ? നാളെ എറണാകുളത്ത് അവര് വരില്ലേ അവളെ കാണാൻ? മോഹനവർമ്മയും ലളിതി മോനും. അവര് ഫാം കാണാനല്ലേ വരുന്നത്? ഫാം കണ്ടിട്ടെന്താ, കൃഷി തുടങ്ങാൻ പോവാ അവര്. ആ പയ്യൻ ന്യൂയോർക്കിലെ കാർഡിയോളജിസ്റ്റാ. വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാ നടത്താന്ന് മോഹനവർമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്തു. അവളുടെ കോഴ്സ് കഴിഞ്ഞല്ലേ ഉള്ളമ്മേ, ജോലിയൊക്കെ കിട്ടിയിട്ട് മതി എന്നാ അവള് പറയുന്നത്. പിന്നെ അവള് ജോലി ചെയ്തിട്ട് വേണല്ലോ ഇവിടുത്തെ ചെലവ് കഴിയാൻ. ഞാൻ പറയുമ്പോ അവൾക്ക് കളി തമാശയാ. എന്തിനും താളത്തിന് തുള്ളാൻ ആളുണ്ടല്ലോ എന്നുള്ള അഹങ്കാരം ഉണ്ട് പെണ്ണിന്. നീ തന്നെ വിളിക്കേ, ഇപ്പൊ തന്നെ വിളിക്കേ. ഹലോ. അച്ഛമ്മ വിളിച്ചപ്പോ നീ ഫോൺ കട്ട് ചെയ്തോ? അയ്യോ, അച്ഛമ്മ കേക്കണ്ട. അച്ഛമ്മയുടെ അടുത്ത് ആ നമ്പറേ നടക്കൂ. ഞാൻ നിന്നെ ലാളിച്ച് വഷളാക്കുന്നെന്നാ അച്ഛമ്മയുടെ പരാതി. അത് പിന്നെ ഉടനെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പോവാനൊന്നും എനിക്ക് വയ്യ അച്ഛാ. ഞാനിങ്ങനെ കുറച്ചു കാലം കൂടി ഫ്രീ ബഡായി പറക്കട്ടെ. ആ, അത് നീ തന്നെ അച്ഛമ്മയോട് പറഞ്ഞു. അയ്യോ അച്ഛ, ചതിക്കല്ലേ ചതിക്കല്ലേ. അതെന്താ എന്നോട് സംസാരിക്കുമ്പോ നിന്റെ ഫോണിന് കുഴപ്പം ഇല്ലല്ലോ? എനിക്ക് അച്ഛമ്മ പറയുന്നത് നന്നായി കേൾക്കാലോ. എന്നാ കേട്ടോളൂ, ഒരു എക്സ്ക്യൂസും ഇങ്ങോട്ട് പറയണ്ട. നാളെ പയ്യൻ വരുമ്പോ നീ ഇവിടെ ഉണ്ടായിരിക്കണം. ഹലോ ഹലോ, കേൾക്കുന്നില്ല. റേഞ്ച് പോയി അച്ഛമ്മേ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല. റേഞ്ച് ഇല്ല. ഇതില് നല്ല റേഞ്ച് ഉണ്ട്, വിളിച്ചോളൂ. നോ താങ്ക്സ്. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ഒരു പൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവീല, പൂവേതാണെന്നറിവീല, ഇവളെന്റേതാണെന്നുള്ളം പാടുന്നു. ഓ മുകിൽ കിനാവിൽ നിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂമിന്നൽ
തേരേറി വരും മിന്നൽ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. உயிருக்கு நடக்கிற கடவுளே தப்பிச்சாச்சு யாருமே பாக்கல செல்வண்ணா சீக்கிரம் வண்டி எடுங்க. പോകാൻ വരട്ടെ. ആരും കണ്ടില്ല എന്ന് വെച്ച് റോഡിൽ ഉപേക്ഷിച്ച് പോവാ, അത് ശരിയാവില്ല சார் இந்த இடம் அவ்வளவு சரியில்லை. யாராவது வந்தா போலீஸ் துட்டு அப்புறம் இன்னைக்கு ஊருக்கு போய் சார முடியாது சார். செல்வண்ணா சீக்கிரம் வண்டி எடுங்க. എടോ ആ പാവ റോട്ടിൽ കിടന്ന് പിടയാ. വാല് ഓർക്കണോ, വാല് ഓർക്കാൻ. சார் வேணும் சார். சார் என்ன சார் இது சார்? சார் അമ്മാ അമ്മാ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതെ, ആവശ്യമില്ലാത്ത പുരുവാനേക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ബസ് ലേറ്റാ. ഹലോ ബ്രദർ, അല്പം മനുഷ്യത്വം കാണിച്ചൂടെ? നിങ്ങൾക്കില്ല അമ്മ? അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു ടാക്സി വിളിച്ചോണ്ട് പോകും. ഇത്രയും വലിയ ബസ് ഉള്ളപ്പോ എന്തിനാ ചേട്ടാ ടാക്സി? വണ്ടി എടുക്കാൻ. അമ്മ അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? ഇവരൊന്ന് ഹോസ്പിറ്റലാക്കാനല്ലേ? നിങ്ങളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡീസന്റ് പെൺകുട്ടികൾക്ക് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണ്ടല്ലേ? പ്ലീസ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. പോയി. ഇനി എന്താ ചെയ്യാ? ഇനി എന്ത് ചെയ്യാനാ? തൽക്കാലം ഇത് നോക്കാം. എന്നെ കൂടി ഇതിൽ വലിച്ചടിച്ച്. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യേ. എന്റെ ബാഗ്, എന്റെ ബാഗ് കൂടി എടുത്തേക്കണേ. കാഷ്വാലിറ്റി. என்னாச்சு? ஆக்சிடென்ட். ஆக்சிடென்ட் எல்லாம் இங்க எடுக்க மாட்டாங்க. ஐயோ வெரி சீரியஸ். டாக்டர் விളിക്കേ. டாக்டர் கிரிக்கெட் பார்க்க வீட்டுக்கு போயிருக்காரு. ഏയ് വിളയാടാതെ, ഡോക്ടറെ വിളിക്കേ. ഞാൻ ആരാണെന്ന് தெரியுமா? കേരള ഡിസ്ട്രിക്ട് കളക്ടർ. വിളിക്കേ. அம்மா உனக்கு என்னாச்சும்மா? யாரா யாரா அந்த வண்டிக்காரன்? நீயா? ഞാനല്ല, വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി. நீ தான் அந்த வண்டிக்குள்ள இருந்த? எங்க அம்மாவுக்கு ஏதாவது ஆச்சுன்னா கொல்லிடுவேண்டா. இந்த ஊரை பத்தி தெரியுமா உனக்கு? എങ്ങനെയെങ്കിലും ഇവിടുന്ന് തടിതപ്പാ. டேய் ஏண்டா ஹாஸ்பிடல் போட்டு தப்பிக்க பாக்குறியா? ഞാനൊരു ഹെൽപ്പ് ചെയ്തന്നെ. ஹெல்ப் என்ன ஹெல்ப்டா? ഹെൽപ്പ് ചെയ്താന്ന് പറഞ്ഞില്ലേ? പണത്തെ കുടുറാ. പണോ? എന്തിന്? പണത്തെ പോടാ. എന്താ കാണിക്കണേ? அம்மாவுக்கு இசிஜி எக்ஸ்ரே ஸ்கேனிங் எவ்வளவு ஆகும்னு தெரியாது. புடுறா. அதுக்கு என்ன கிரெடிட் கார்டா? கிரெடிட் கார்டா? செயின் கீனிங்க. ഓലും പോടാ. അമ്മാ എന്താ മനുഷ്യരൊക്കെ ഇങ്ങനെ? ഡ്രസ്സിൽ മുഴുവൻ ബ്ലഡ് ആയല്ലേ. ഇക്കാലത്തൊരു ഉപകാരം ചെയ്യാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. ആ പോട്ടെ, ആ പാവം തള്ള രക്ഷപ്പെട്ട് കാണും ഇല്ലേ? അത് മതി. എന്നാലും കയ്യിലെ കാശ് പോയത് മെച്ചം. നമ്മള് നമ്മുടെ കടമ ചെയ്തു ഇല്ലേ? ബസ് സ്റ്റാൻഡ് അടുത്താ? இன்னும் கொஞ்சம் போனேன் சார். ഓ സോറി, ബുദ്ധിമുട്ടായി ഇല്ലേ? ടെൻഷൻ അടിക്കണ്ട, ബസ് വേറെ കിട്ടും. എത്ര പൈസ? ഞാൻ പോയി ബസ്സിന്റെ സമയം ചോദിച്ചിട്ട് വരാം. ഇവിടെ നിർത്തുന്ന ബാംഗ്ലൂർ ബസ്സിന് രാത്രി 10:30 മണിക്കേ ഉള്ളൂ. ബ്ലഡ് ആയതല്ലേ, ഡ്രസ്സ് മാറണ്ടേ? ഡ്രസ് ഉണ്ടോ? എന്റെ ഡ്രസ് തനിക്ക് പറ്റോ? അല്ല, എന്റെ ഡ്രസ് എന്റെ കയ്യിലുണ്ട്, തനിക്ക് മാറാനായിട്ട്. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷ
ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിളത്തെ സിന്ദൂരത്തിൻ രാഗപരാഗങ്ങൾ നിന്നിലെ നീഹാരബിന്ദുവിൽ ഞാൻ സൂര്യനായി വന്നൊളിച്ചിരുന്നേനെന്നും ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവാണല്ലോ എന്നുള്ളിൽ തുടിച്ചതും ഇവളെ കാണാനല്ലോ സല്ലാപം എന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം എന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ മനസ്സിന്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ തത്തമ്മ ചുണ്ടിൽ തത്തിയൊരീണത്തെ തുള്ളി ഈ വിരൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിനുൾ തുടിയായല്ലോ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാൾ ഇവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ ಮೇಡಮ್ ಬ್ಯಾಂಗ್ಳೂರ್ ಬಂದಾಯ್ತು ഗുഡ് ബൈ. എല്ലാത്തിനും നന്ദി. എനിക്ക് വേണ്ടി ചെലവാക്കിയ പണം ഈ കവറിലുണ്ട്. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു യാത്രയിൽ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇറങ്ങുന്ന കാണാതായപ്പോ ഇതിലും ഇല്ലെന്ന് ഞങ്ങൾ കരുതിയത്. ബസ് എത്തിയതറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഡ്രൈവർ അയക്കുന്നാണല്ലോ അമ്മായി പറഞ്ഞത്. അയാള് വന്നില്ല, പനി. പിന്നെ ഞങ്ങള് തന്നെ പോന്നു. എന്താ പറ്റിയെന്നല്ലേ? വലിയ കഥയാ സുധിയേട്ടാ, പറയാം. എന്നിട്ട് അയാളെവിടെ? ആ കഥാപാത്രം അതാ കോമഡി. ഈ ലെറ്റർ എഴുതി വെച്ച് സ്ഥലം വിട്ടു. എന്റെ അമ്മേ, വന്ന് കേറിയില്ലല്ലോ. ഹലോ ഹലോ അച്ഛമ്മേ, റേഞ്ച് ഇല്ല. ഹലോ, അത് ലാൻഡ് ഫോണാ. ആ യുവസുകാരനെ കൊണ്ടെന്നെ കെട്ടിക്കാൻ അച്ഛമ്മയ്ക്ക് എന്താ എത്ര വാശിയമ്മായി? എനിക്കൊന്നും താല്പര്യമില്ല. കല്യാണം ഉണ്ടാക്കാനും നടത്താനും ഒക്കെ അമ്മയ്ക്ക് പണ്ടേ വലിയ ഉത്സാഹ. രാഗിയുടെ കല്യാണത്തിന് എന്തായിരുന്നു ആവേശം. ഞങ്ങള് പ്രേമിച്ചതുകൊണ്ട് അമ്മമ്മയ്ക്ക് വലിയ റോളില്ലാണ്ട് പോയി ഇല്ലേ? അതിന്റെ ചെറിയൊരു കറിവ് കക്ഷിക്ക് ഇപ്പോഴും എന്നോടുണ്ട്. കക്ഷി കണ്ടുപിടിച്ച ആളല്ലോ ഞാൻ. ചുമ്മാ പറയല്ലേ, അമ്മമ്മയ്ക്ക് സുധിയേട്ടൻ വലിയ ഇഷ്ട. വഴിയില് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ഇല്ല അങ്കിൾ. എങ്ങനെ ഉണ്ടായിരുന്നു ചെന്നൈയിലെ പ്രോജക്ട്? നന്നായിരുന്നു. പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ ചെന്നപ്പോ ഒരു ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയെ പരിചയപ്പെട്ടു. അങ്കിളിനൊപ്പം ലയോളയിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തൈരുവട സുബ്ബു രസികനാ. ഷാപ്പാട്ട് രാമൻ കണ്ടിട്ട് കൊല്ലം കുറയായി. ഇനി എന്താ ശ്രേയുടെ പരിപാടി? കോഴ്സ് കഴിഞ്ഞില്ലേ ഇപ്പോ? അതാ ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞ അച്ഛമ്മ പിടിമുറുക്കിരിക്കുന്നത്. ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് കുറച്ചു നാള് ഇവിടെ തന്നെ കൂടാൻ പോവാ. ഒരു ജോബ് തരപ്പെടുത്തി എടുക്കണം. എവിടെ ദീപ്തി? എത്തിയോ? നിനക്ക് എക്സാം ഇല്ലേ? ഇന്ന് തീരും. ഈ MBBS കുറെ കട്ടിയാ. ഇനിയും കിടക്കുന്നു 3 കൊല്ലം. എന്തായി ഇന്നലത്തെ യാത്രയുടെ ക്ലൈമാക്സ്? അതൊരു ബോളിവുഡ് ഫിലിം പോലെ ഉണ്ട്. ലാസ്റ്റ് ഹീറോ മിസ്സിംഗ്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ആളെ കാണാനില്ല. എങ്ങനെയുണ്ട് കക്ഷി? ഞാൻ അയാളുടെ പേര് പോലും ചോദിച്ചില്ല. അയ്യേ, ഇത്രയും സമയം കൂടെ ഉണ്ടായിട്ടോ? അയാൾ എന്റെ പേരും ചോദിച്ചില്ല. പേര് മാത്രല്ല, എന്നെ പറ്റി ഒന്നും ചോദിച്ചില്ല. അതാ തമാശ. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ പരിചയപ്പെടുന്നതിന് മുമ്പേ ചാടി കേറി മൊബൈൽ നമ്പർ ചോദിക്കേണ്ടതാണല്ലോ. വല്ല വട്ടുകേസ് ആവോ? കണ്ടിട്ട് ഒരു മാന്യനാണെന്നാ തോന്നിയത്. ബസ്സിൽ ഒറ്റയ്ക്ക് കിട്ടിയ കിളവുമാര് വരെ തോണ്ടുന്ന കാലം. ഒന്നെങ്കിൽ മാന്യൻ, ഇല്ലെങ്കിൽ ഭൂലോക ഫ്രോഡ്. ഫ്രോഡ് ആവില്ല. ആക്സിഡന്റിൽ പെട്ട് തള്ളേ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മെനക്കെട്ടതൊക്കെ സിൻസിയർ ആയിട്ട് തന്നെയാ. പിന്നെന്താ പിടിതരാതെ മുങ്ങിക്കളഞ്ഞത്? അതാ പിടികിട്ടാഞ്ഞത്. ഞാൻ അയാളെ ആവശ്യമില്ലാതെ കുറെ വഴക്കും പറഞ്ഞു.
നിക്കില്ല. ആ മോർണിംഗ്. ഇല്ല, തിയേറ്ററിലായിരുന്നു. എനിക്കൊന്ന് കാണണമല്ലോ നിന്നെ. വൈകിട്ട് വരെ ഫ്ലാറ്റിലേക്ക് ഇറങ്ങ. ഫ്ലാറ്റിന്റെ കാര്യത്തിൽ തന്നെയാ. അത് വാടകയ്ക്ക് കൊടുക്കും നീ. എന്താ ഇപ്പോ? എന്റെ സിഇഒക്കാ. സാറ് ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ. എന്റെ ഫ്രണ്ടാ ഡോക്ടർ സുധീർ കൃഷ്ണ. ഏട്ടന്റെ ഫ്ലാറ്റ്. ഫാമിലി ആയിട്ട് ദുബായിലാ കക്ഷി. ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാ. ബാച്ചിലർ അല്ലേ? അതെ. ഫുഡ് ഉണ്ടാക്കാൻ ഒരു കുക്കിനെ സംഘടിപ്പിക്കാം. അതൊന്നും വേണ്ട, ഒറ്റയ്ക്ക് ജീവിച്ച് നല്ല ശീലമുണ്ട്. നിഖില് നിർബന്ധിച്ചോണ്ടാ വാടകയ്ക്ക് കൊടുത്തില്ല ഇതുവരെ. സത്യം പറയാലോ, ഭാര്യയെ പേടിക്കാതെ സ്മോൾ അടിക്കാൻ ഇടയ്ക്ക് ഞങ്ങൾ കൂടുന്ന സ്ഥലമാണ്. അതാ ഇവന്റെ ടെൻഷൻ. വാടകയ്ക്ക് കൊടുത്താ പിന്നെ വേറെ സ്ഥലം അന്വേഷിക്കണ്ടേ? അതിന്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സുധീറിന് എപ്പോ വേണമെങ്കിലും വരാലോ. വിരോധമില്ലെങ്കിൽ ഞാൻ കമ്പനിയും തരാം. അപ്പൊ പ്രശ്നമില്ല. ആ ഒരു ശങ്ക മാറി കിട്ടി. ഇന്ന് തന്നെ തുടങ്ങണോ? നിഖിലേ, നിന്റെ സാറ് നമ്മുടെ ഗുരുവാന്ന് ಲಕ್ಷಣ ഉണ്ട് കേട്ടോ. ಆಯ್ತು ಆಯ್ತು, ನಾನು ಈಗ ನೋಡಿಕೊಂಡು ನಡ್ಕದಲ್ವಾ? ಹೋಗಲೇ ಸುಮ್ನ ಬಾಲಗನ കൺ കാണിക്കത്തിಲ್വേ നിനക്ക്? ഏനാ സർ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ഒന്ന് പോടപ്പനെ, ഞാൻ കുറെ സാബിമാരെ കണ്ടിട്ടുള്ള. അയ്യേ, മലയാളി. Okay, bye. ഞാൻ കഴിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി എവിടെ കറങ്ങാ? ഈ ശ്രേയക്ക് വട്ട നഗരപ്രദക്ഷിണം. ഏതോ ഒരു ഏഴത്തോടിനെ തേടി നടക്കുക. ദാ കൊടുക്കാം. ചുമ്മാതാ ചേച്ചി, ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ഓപ്പോസിറ്റ് സ്ട്രീറ്റിലുണ്ട് ഞങ്ങള്. ആണോ? എങ്കിൽ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് വാ. ഞാൻ നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വിശേഷം? സുധിയേട്ടന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് ലഞ്ചിന്. എങ്കിൽ ഞങ്ങളില്ലേ? സുധിയേട്ടനെ തന്നെ സഹിക്കാൻ പാടാ. പിന്നെയാ സുധിയേട്ടന്റെ ഫ്രണ്ട്സ്. അവസാനിപ്പിച്ചോ? അയ്യോ, ഒരുപാട് കഴിച്ചു. ഡോക്ടറെ, ഫുഡ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക്സ്. ഞാൻ താങ്ക്സ് പറയില്ല, ഇടയ്ക്കിടയ്ക്ക് കഴിക്കണല്ലേ. റൈറ്റിലിരിക്കുന്ന രാഖിയുടെ അനീത്യ, അത് കസിൻ ശ്രേയ. ഈ കുട്ടി എവിടെയോ കണ്ട് നല്ല പരിചയം. ഏതെങ്കിലും ചാനലിലെ വല്ല റിയാലിറ്റി ഷോയിലും പങ്കെടുത്തുണ്ടോ? ഇല്ല. എന്തിനാ ഈ മൂക്ക് ഞാനിങ്ങനെ വളഞ്ഞു പിടിക്കുന്നത്? ചില മൂക്ക് വളഞ്ഞു പിടിക്കണം. കിനാവിൽ നിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂമിന്നൽ, മഴത്തേറേറി വരും മിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ.
മഴൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിനുൾ തുടിയായല്ലോ. ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറു പൂങ്കുല പോലിവളാടുമ്പോൾ മോഹം മൃദുമൗനം പോലും സംഗീതം. ഓ മുകിൽ കിനാവിൽ നിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂമിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ള തുടിച്ചതും ഇവനെ കാണാനല്ലോ. ഹായ്. ഹലോ. എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ അന്ന് ഞാൻ ടൗണിൽ ഇറങ്ങി. ബസ് സ്റ്റാൻഡിലാവ ഇറങ്ങാന്ന് തോന്നിയതുകൊണ്ട് ഉറക്കത്തിന്ന് വിളിച്ചില്ല. ഞാൻ പിന്നെയും കണ്ടു പലയിടത്തും വെച്ച്. ആഹാ. മീറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ മിസ് ചെയ്തു. അന്ന് എനിക്ക് തോന്നിയിരുന്നു ഈ സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ച് ഇനിയും നമ്മൾ കണ്ടുമുട്ടുന്നു. എന്തായാലും സന്തോഷായി. എനിക്കും സന്തോഷായി. എന്നോട് ദേഷ്യപ്പെടാതെ ഒരു വാക്കെങ്കിലും സംസാരിച്ചല്ലോ. അയ്യോ, അന്നത്തെ ആ അവസ്ഥയില്, ആ ടെൻഷനില് സോറി. ഞാനത് അപ്പോഴേ മറന്നു. സർ പോവാം. ആ, ഞാൻ അല്പം തിരക്കില്ല. ജസ്റ്റ് 250 സർ. ഇന്നൊരു ദിവസം ഞാൻ ഈ കുട്ടികളുടെ കൂടെയാ. ഇന്ന് ഞാൻ അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു 1 ഡേ ടൂർ. പോട്ടെ. നമ്മളിന്ന് മീറ്റ് ചെയ്യോ? പിന്നെന്താ, ഇതുപോലെ യാദർച്ഛികമായിട്ട് ഇനിയും എവിടെയെങ്കിലും വെച്ച്. ഓക്കെ. പേരെന്താ? അന്നെന്നെ വിളിച്ചല്ലോ, ഓർമ്മയില്ലേ? ഇഡിയറ്റ്. ഈശ്വര, അച്ഛൻ ഇപ്പൊ ലാൻഡ് ചെയ്തു. അറിയിച്ചിട്ട് വന്നാ നീ ഇവിടുന്ന് മുങ്ങിയാലോ? അതുകൊണ്ട് വരുന്ന വിവരം ഞാൻ നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. എന്താ പുതിയ പാര? പുതിയ പാര രാഗിയുടെയും സുധിയുടെയും വകയാ. അമ്മമ്മയോട് പറയായിരുന്നു ഞങ്ങള്. അതെ, ശ്രേയക്കും കൂടെ താല്പര്യമുണ്ട്. ഞാൻ അയാളോട് സംസാരിക്കാം. ആളെ കണ്ട ശ്രേയക്ക് ഇഷ്ടവും. സുധിയേട്ടന്റെ ഫ്രണ്ടാ ഗൗതം മേനോൻ. അയ്യോ വേണ്ടേ, എനിക്ക് താല്പര്യമില്ല. എന്നെ ഉടനെ കെട്ടിച്ച് ഇവിടുന്ന് കെട്ടിക്കണമെന്ന് എന്താ എല്ലാവർക്കും ഇത്ര വാശി? എപ്പോഴായാലും വേണ്ടേ? ഇക്കൊല്ലം നടന്നില്ലെങ്കിൽ 27 വയസ്സ് വരെ കല്യാണം പാടില്ല എന്നാ ഇവളുടെ ജാതകത്തിൽ. എങ്കിൽ അത് കഴിഞ്ഞിട്ട് നോക്കാം അച്ഛമ്മേ. പോടി അവിടുന്ന്. മാമ്പഴും പെൺകുട്ടികളും ഒരേ പോലെയാ. മൂത്ത് പഴുത്താ പിന്നെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല. ഞാനും അമ്മമ്മയുടെ ഗ്രാൻഡ് ഡോട്ടർ അല്ലേ. എന്റെ കാര്യത്തില് ഈ മൂക്കലും പഴുക്കലും ഒന്നും ബാധകമല്ലേ? എന്തോ അല്ല, ഈ ഭാഗത്തേക്ക് ഒരു താല്പര്യം കാണിക്കണില്ല. നീ ശരിക്കും മൂത്ത് പഴുക്കട്ടെ, എന്നിട്ട് കാണിക്കാൻ താല്പര്യം. ഞാനിന്ന് കണ്ടു നമ്മുടെ എഴുത്തോടിന്റെ. ആണോ? എന്നിട്ട് ഇന്നും ചോദിക്കാൻ പറ്റിയില്ല ആരാന്ന്. പേരും ഇല്ലെന്നേ. ഇതല്പം കോംപ്ലിക്കേറ്റഡ് കേസാണല്ലോ. ഞാൻ പറയട്ടെ അമ്മമ്മയോട്? ഏയ് ഇപ്പൊ വേണ്ട, കൊളവാക്കും. ഇല്ലെങ്കിൽ അമ്മമ്മയും സുധിയേട്ടനും ഒക്കെ ഗൗതം മേനോന്റെ പിന്നാലെ പോവും. അവരങ്ങനെ പോട്ടെ, നമുക്ക് തൽക്കാലം ഏഴത്തോടന്റെ പിന്നാലെ തന്നെ പോവാം. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഡൊണേഷൻ തരുന്നുണ്ട്, സ്പോൺസറും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാൻ പാടില്ലേ? അത് എങ്ങനെയാ പറയാ സിസ്റ്റർ, പ്ലീസ് ഹെൽപ്പ് മീ. വെരി സോറി. ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗ്രാൻഡ് മദറിന് ഷുഗർ ആകാമോ? പിന്നെ അമ്മമ്മ ഷുഗറിന്റെ ആളാ. ഭക്ഷണമൊക്കെ സ്വയം ഉണ്ടാക്കുവോ? അത്യാവശ്യം. കുക്കിനെ വെച്ച് എനിക്ക് തൃപ്തിയാവില്ല. അങ്ങനെ ചില ദുശീലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഉണ്ടാക്കി തരാൻ സ്ഥിരമായിട്ട് ആരെങ്കിലും വേണ്ടേ? മനസ്സിലായോ അമ്മമ്മ ഉദ്ദേശിച്ചത്? മനസ്സിലായി. വേണ്ടെന്ന് വെച്ചിട്ടല്ല, ഇതുവരെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലോ? അമ്മമ്മ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അന്ന് എന്റെ ഫ്ലാറ്റിൽ വന്നപ്പോ ഒരു ഫോട്ടോ കണ്ടില്ലേ, റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുണ്ടെന്ന് ചോദിച്ചു. ആ കുട്ടി ഇവളുടെ കസിൻ, അമ്മമ്മയുടെ ഗ്രാൻഡ് ഡോട്ടർ. പക്ഷേ അമ്മമ്മയ്ക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയോ? എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഇത്രയും വലിയൊരു കുടുംബത്തിലെ കുട്ടിയെ എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? എന്താ ഗൗതമന് ഒരു കുറവ്? അല്ല, ആ കുട്ടിയുടെ ഫാദറിന് എന്നെ ഇഷ്ടാവോ? എന്താ ഇഷ്ടാവാതെ? എനിക്ക് ഇതുപോലെ പരിചയപ്പെടുത്താൻ ബന്ധുക്കളൊന്നുമില്ല.
ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ. ആരും അറിയില്ല എനിക്ക്. ആകെ കോണ്ടാക്ട് ഉണ്ടായിരുന്നത് അച്ഛൻ്റെ അമ്മയായിട്ട് മാത്ര. പക്ഷേ പാവം മരിച്ചപ്പോൾ പോലും ഞാൻ ചെന്ന് കണ്ടില്ല. ലവ് മാരേജ് ആയിരുന്നു അച്ഛൻ്റെ അമ്മയുടെ. അച്ഛൻ ഒരു ദരിദ്രനാരായണൻ പോസ്റ്റ്മാൻ്റെ മോൻ, അമ്മ പാലക്കാട്ട് തമിഴ് ബ്രാഹ്മൺ, ഉഗ്രപ്രതാപശാലികളുടെ കുടുംബം. പ്രേമിച്ച് കല്യാണം കഴിച്ച് നാട് വിട്ടോടെ എല്ലാവരും ശത്രുക്കളായി. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ശ്രീനഗറിലൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി അച്ഛന്. അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും. സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ എനർജി. എല്ലാം അവസാനിക്കാൻ ഒരു രാത്രി ധാരാളമല്ലേ? സുധി പറഞ്ഞാണില്ലേ, ഒരു നിയോഗം പോലെ. എന്നെ മാത്രം ബാക്കി വെച്ചതിന് എന്തെങ്കിലും ഉദ്ദേശം കാണും ദൈവത്തിന്. ഇല്ല അമ്മമ്മേ. അമ്മമ്മയല്ല, അച്ചമ്മ. ശ്രേയയുടെ അച്ചമ്മയാ ഞാൻ. ഇനി മോൻ അങ്ങനെ വിളിച്ചാൽ മതി എന്നെ. അമ്മയ്ക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്കൊക്കെ. പക്ഷെ അവള് കണ്ടിഷ്ടപ്പെടണ്ടേ? കാണൂലെന്ന് വാശി പിടിച്ചിരിക്കല്ലേ, നീ തന്നെ സംസാരിക്കേ. എന്നാ അച്ഛാ, എനിക്ക് വാശിയൊന്നുമല്ല. സുധിക്കും രാഗിക്കും ഒക്കെ താല്പര്യമുള്ള സ്ഥിതിക്ക് നിനക്കൊന്ന് കണ്ടുകൂടെ? അതച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ അല്ല, ഞാൻ പറയാം. സമയമായിട്ടില്ല, കുറച്ച് ദിവസം കൂടി. അതുവരെ എന്നെ നിർബന്ധിക്കല്ലേ പ്ലീസ്. ഇനി എന്ത് പറഞ്ഞാലും നാളെ ഞാൻ ഗൗതമേനോനെ കൂട്ടി അങ്ങോട്ട് വരും. ഒരു അൺഒഫീഷ്യൽ പെണ്ണ് കാണല്, അല്ലെങ്കിൽ പോട്ടെ ആണ് കാണല്. ദേ സുധിയേട്ടാ, എനിക്ക് വട്ടാവേ. അയാള് വരുമ്പോ ഞാൻ എവിടേക്കെങ്കിലും മുങ്ങും. അപ്പൊ പിന്നെ എന്റെ അമ്മായിയമ്മയെ ഉടുത്തൊരുക്കി നിർത്താം. ഞാൻ ഏറ്റുപോയില്ലേ? ആ, അതാ നല്ലത്. നേരിട്ട് പറഞ്ഞോ. അപ്പോ ഏഴേത്തോടിനെ വിടാൻ ഉദ്ദേശമില്ല അല്ലേ? എന്തോ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അയാള് കല്യാണം കഴിച്ചതാണെങ്കിലോ, 3-4 കുട്ടികളുണ്ടെങ്കിലോ? ഏയ്, അതൊന്നുമില്ല. ഒരാളെ കണ്ടാൽ അറിഞ്ഞൂടെ? അതെന്താ? അയാളുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? ഒറ്റ ഓടി വെച്ചു. എന്റെ പൊടി. മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചു ചോദിച്ചേനെ. നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ? ഞാൻ വിളിക്കൂലേ? നിന്റെ ഫോണാ. നീ നോക്ക്. ഹലോ, ആരാ? എന്ത്? ഏതോ ഇഡിയറ്റ് വിളിക്കുന്നു. ഹലോ, എന്റെ നമ്പർ എങ്ങനെ കിട്ടി? യാദർശികാണെന്ന് വിചാരിച്ചോ? അങ്ങനെയല്ലേ ഇതുവരെ എല്ലാം സംഭവിച്ചത്. നാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്പം സംസാരിക്കാനുണ്ട്. അന്ന് എന്നെ അന്വേഷിച്ചെന്ന കുട്ടികളുടെ സ്കൂളില്ലേ, അവിടെ ഒന്ന് വരാമോ? കുട്ടി വരുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അങ്ങോട്ടിരിക്കൂ. നിങ്ങൾക്ക് തരാൻ ഏൽപ്പിച്ചതാ. നിഷേക്കാം. പ്രിയ ശ്രേയയ്ക്ക് ഇങ്ങോട്ട് വരുത്തി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇന്ന് നമ്മൾ തമ്മിൽ കാണുന്നില്ല. ഒരുപക്ഷെ ഇനി എന്തെങ്കിലും കാണാൻ കഴിയുമെന്നും അറിയില്ല. ഞാൻ ഈ നഗരം വിടുകയാണ്. ഇപ്പോഴും ഞാൻ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, കുട്ടിയെക്കുറിച്ചൊന്നും ചോദിച്ചുമില്ല. ഇനി വേണ്ട. പരസ്പരം അറിയാതെ, ഒന്നും പറയാതെ തൽക്കാലം നമുക്ക് പിരിയാം. കുട്ടിയുള്ള ഈ നഗരത്തോട് എനിക്കെന്തോ വല്ലാത്ത ഇഷ്ടമുണ്ട്. പക്ഷേ എല്ലാ ഇഷ്ടങ്ങളും മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ എനിക്ക് പോയേ പറ്റൂ. ചിലപ്പോൾ അന്നത്തെ പോലെ മറ്റൊരു യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. ഗൗതം മേനോൻ കുട്ടിയെ കാത്തിരിപ്പുണ്ട്. അയാളെ നിരാശപ്പെടുത്തണ്ട. സ്വന്തം ഇഡിയറ്റ്. വാങ്ങിച്ചോളൂ, അദ്ദേഹം ഏൽപ്പിച്ചതാ. ഗൗതമേനോൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിന്നെ കാണാൻ. ഇതാണ് ഞങ്ങളുടെ ഗൗതമേനോൻ. ഇടിയറ്റ് പോയി അല്ലേ?
എന്തിനായിരുന്നു തമാശ? ഇതാണ് വളഞ്ഞു മൂക്ക് പിടുത്തം. മനസ്സിലായില്ല? ദാ അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ മൂക്ക് വളഞ്ഞു പിടിച്ചു. ഇന്ന് ആ വകയില് താനൊരു പകടി തപടി. ഇനി എന്താ അടുത്തത്? അടുത്തത് ആ മുന്തിരിത്തോട്ടത്തിലേക്കുള്ള യാത്ര. അവിടെ ജനറൽ ഹരീന്ദ്രവർമ്മയുടെ അതിഥിയാവാൻ സ്വന്തം മകളുടെ ഭാവി വരനെ സാക്ഷാൽ വർമ്മ തന്നെ ക്ഷണിച്ചിരിക്കുക. ഹലോ മിസ്റ്റർ ഗൗതം മേനോൻ, ഞാൻ ശ്രേയയുടെ ഫാദർ ജനറൽ ഹരീന്ദ്ര വർമ്മ. ഞാനും എൻ്റെ മിസ്സസും താങ്കളെ കാണാൻ കാത്തിരിക്കുക. ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വരണം. ശ്രേയയുടെയും അമ്മയുടെയും സുധിയുടെയും ഒക്കെ ഒപ്പം കുറച്ചു ദിവസം നമുക്ക് ഇവിടെ കൂടാം. We will enjoy some holiday time here. അതെ, ഞാൻ ആഘോഷിക്കാൻ പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. ഹലോ. ഹലോ. ഹേയ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തെടുക്കുമായിരുന്നു ഇതുവരെ? ഞാൻ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. കുളിച്ചു, ഡ്രസ് ചെയ്തു, പിന്നെ സകല ദൈവങ്ങളെയും ഒരു റൗണ്ട് പ്രാർത്ഥിച്ചു. അമ്മ തന്നതാ മൂകാംബികയിലെ പ്രസാദം. തൊടുവോന്ന് ഡൗട്ട് അമ്മയ്ക്ക്. ഞാൻ തൊടട്ടെ? വേണ്ട. നല്ല സുന്ദരിക്കുട്ടിയുണ്ടല്ലോ. ഓ, ഇപ്പോഴെങ്കിലും എന്നെ ശ്രദ്ധിച്ചല്ലോ. ഇവിടെ വന്നപ്പോ മുതല് വേറെ ലോകത്തായിരുന്നു ആള്. ഈ ഗൗതമേനോന് എന്തിനു ഏർപ്പെടുത്തോ? എനിക്കിഷ്ടായത് ആ പാവ ഇടിയറ്റിനെയാ. അയാൾ ഉപേക്ഷിച്ചു പോയില്ലേ? എന്തെങ്കിലും തിരിച്ചു വന്നാലോ? വന്നാൽ ഗൗതമേനോന്ന് പറഞ്ഞു വിട്ടോളൂ. വാ, എല്ലാരും വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. ഇവിടെ വന്ന അങ്കിളിന്റെ ചിട്ട എല്ലാവരും അനുസരിക്കണം. അമ്മായിക്ക് നിർബന്ധം. 8:30 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 8:30. അതാ ചീഫ് ഗസ്റ്റ് എത്തുമ്പോ ഞങ്ങൾ ഇരുന്നത്. പട്ടാളക്കാരായാൽ ചിട്ട ഉണ്ടാവും എല്ലാ കാര്യത്തിലും, അല്ലേ സാർ? പട്ടാളക്കാർക്ക് മാത്രമല്ല,
ഡോക്ടർമാർക്കും അല്പം ചിട്ടയൊക്കെ ആവാം. സുധിയേട്ടൻ കുളിക്കാതെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുന്ന അങ്കിള് കണ്ടുപിടിച്ചു. കൂട്ടത്തിൽ ഇന്നലത്തെ ഹാങ് ഓവറും. അത് പിന്നെ ഇവിടെ വന്നാ കുറച്ച് അടിച്ചു പൊളിക്കുന്ന അങ്കിളിന് അറിയാം. എന്താ പതിവ് ബ്രേക്ക്ഫാസ്റ്റിന്? ഗൗതമിന്റെ ശീലങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തും കഴിക്കും. നിനക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ? പണ്ടൊക്കെ പെൺകുട്ടികള് ഇഷ്ടപ്പെട്ട ആളോട് ആദ്യം ചോദിക്കുക എന്താ ആഹാര പിടിക്കാന്നാ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അത് വല്ലതും അറിയോ? അപ്പൊ അമ്മമ്മ ഗ്രാൻഡ് പേയോട് ആദ്യം ചോദിച്ച ഡയലോഗ് ഇതാണോ? ഗ്രാൻഡ് പേയോടല്ല, അതിനു മുമ്പ് ചീറ്റി പോയ ആളോട്. ഇല്ല അച്ഛമ്മേ? അത് ശരി. അപ്പൊ അച്ഛമ്മക്ക് ചീറ്റി പോയൊരു ലവ് സ്റ്റോറി ഉണ്ടല്ലേ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ചുമ്മാ പിള്ളേരെ ഓരോന്ന് ഉണ്ടാക്കി പറയുന്നതാ കുട്ടി. എങ്ങനെ ഉണ്ടാക്കിയതൊന്നുമല്ല, ഒന്നാം തരം ട്രൂ സ്റ്റോറിയാ. ടൈറ്റാനിക് പോലെ ട്രാജഡി ആയിപ്പോയി. ഒരു രക്ഷയില്ല അങ്കിൾ, ഗൗതം ശരിക്കും പൂട്ടി. എന്റെ അനുഭവത്തില് ചെസ്സിൽ ആദ്യമായിട്ടാ ഒരാളോട് തോക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് തോക്കണ്ടാച്ചാ. ഈ കരുക്കളൊക്കെ വലിച്ച് ദൂരെ അറിയോ? അത് നിന്റെ പണിയല്ലേ? അച്ഛനുമായിട്ട് കളിച്ച് തോക്കുന്നാവുമ്പോ ഇവളുടെ സ്ഥിരം ഏർപ്പാടാ കരുക്കളൊക്കെ തട്ടിത്തെറിപ്പിക്കല്. കൺഗ്രാറ്റുലേഷൻസ് ഗൗതം. കളിയിലാണെങ്കിലും എന്നെ തോൽപ്പിക്കുന്ന ഒരാളെ എന്റെ മോള് കണ്ടുപിടിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ. ഈ കളി ഒരു തുടക്കമാവട്ടെ എല്ലാത്തിനും. മീൻസ്? അല്ല, ഒന്നുമില്ല. ഇപ്പൊ സാറിന് തന്നെ ഇഷ്ടായല്ലോ, അപ്പൊ പിന്നെ നേരാ. ഇനി ഇപ്പൊ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ. ഗൗതമൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ തീയതി നിശ്ചയിക്കണം. കല്യാണത്തിന്റെ വേണ്ടപ്പെട്ട കുറച്ച് പേരെ വിളിച്ച് ചെറിയൊരു ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ മതി. എന്താ മാലതി? അതെ, ഇപ്പൊ സമാധാനമായി. അച്ഛനൊരാളെ ഇഷ്ടാവാന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടാ. വരുമ്പോ എനിക്ക് ആ പേടിയുണ്ടായിരുന്നു. എന്തായാലും നിന്റെ സെലക്ഷൻ തെറ്റിയില്ല. അവളുടെ അല്ല, എന്റെ സെലക്ഷനാ. അങ്ങനെ ക്രെഡിറ്റ് ആരും അടിച്ചെടുക്കണ്ട. ഗൗതമനെ പരിചയപ്പെടുത്തിയത് ഞാൻ. ആരുടെ സെലക്ഷൻ ആയാലും ഭഗവാന്റെ നിശ്ചയ. അതങ്ങനെ വരൂ അല്ലേ ഗൗതം? ഞാനിപ്പോ വല്ലാത്തൊരു വീർപ്പുമുട്ടല്ല. എങ്ങനെ പറയണ്ടേന്നറിയില്ല. ഇവിടെ വന്നിറങ്ങി സാറിനെ കണ്ട നിമിഷം അപ്പൊ തന്നെ പറയണമെന്ന് തോന്നിയതാ. പിന്നെ അതിന് പറ്റിയൊരു സന്ദർഭം വരട്ടെ എന്ന് കരുതി. ഇപ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും അതൊരു സർപ്രൈസ് ആവും, പ്രത്യേകിച്ച് സാറിന്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖം സാറിൻ്റെത്. കാശ്മീരിൽ അന്ന് അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട ആ രാത്രി എന്നെ രക്ഷിച്ച പട്ടാളക്കാരുടെ കൂട്ടത്തിൽ സാറുണ്ടായിരുന്നു. സാറായിരുന്നു അന്നത്തെ കമാൻഡോ ചീഫ്. 7 വയസ്സുകാരൻ്റെ അവ്യക്തമായ ഓർമ്മയിലെ ആ പട്ടാള ഓഫീസർ സാർ തന്നെയായതൊരു നിമിത്തമാവും. അല്ലെങ്കിൽ ആ സാറിൻ്റെ മോളെ തന്നെ കണ്ടുമുട്ടാനും സ്നേഹിക്കാനൊക്കെ ഭാഗ്യമുണ്ടാവുക യാദൃശ്ചികം എന്നാണ് സാർ ഇതിനെ പറയേണ്ടത്? അതോ അമ്മ പറഞ്ഞ പോലെ ദൈവനിശ്ചയെന്നോ? ദൈവനിശ്ചയം തന്നെയാ ഗൗതം. അതാ ഇങ്ങനൊക്കെ ഒത്തുവന്നത്. സാർ എന്തോന്നും മിണ്ടാത്തത്? അല്ല, അത് ആരിഷ്വർ എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഒരു കമാൻഡോ ഓപ്പറേഷൻ, ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവുമല്ലോ. ഇല്ല സാർ, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. സാറിന് ഓർമ്മ വരും. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സോറി, ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഇന്നിരിക്കാന്ന് സാർ പറഞ്ഞിരുന്നു. വരുമ്പോ ലോറൻസ് ഏട്ടൻ പറഞ്ഞു സാറിന്റെ മകളുടെ മാരേജ് ഫിക്സ് ചെയ്തു എന്ന്. ഇതാണോ ആള്? മിസ്റ്റർ ഗൗതം മേനോൻ. ഞാൻ അക്ബർ അലി, ഹെഡ്ലൈൻ റിപ്പോർട്ടറാ. ഞങ്ങളുടെ മാഗസിനിൽ സാർ ആത്മകഥ എഴുതുന്നുണ്ട്. ആണോ? നന്നായി. സാറിനെ പോലത്തെ ഒരാളുടെ ആത്മകഥയ്ക്ക് നല്ല റീഡബിലിറ്റി ഉണ്ടാവും. ലൈഫിലെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ. എന്താ സർ, എന്താ ഒരു മൂഡ് ഓഫ് പോലെ? ഏയ് ഒന്നുമില്ല, വി വിൽ കണ്ടിന്യൂ. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാ നിർത്തിയത്? ട്രെയിനിങ് കഴിഞ്ഞ ആദ്യത്തെ പോസ്റ്റിംഗിന് മുമ്പ് ഫാദറിനെ കണ്ട് സർ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നതാണ്. Yes. Those days my father was enjoying his peaceful retired life in the vineyard house near Markara. I came and stood before him wearing my army uniform for the very first time. He looked at me and smiled. എക്സ്ക്യൂസ് മീ സർ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാ ആത്മകഥകളും സത്യമാണോ സർ? അല്ല, പല മഹാന്മാരുടെയും ആത്മകഥകൾ വായിക്കുമ്പോൾ മുഴുവൻ കള്ളായിട്ടാ തോന്നുക. ഒന്നുകിൽ ആത്മപ്രശംസ, അല്ലെങ്കിൽ സ്വയം മഹാനാണെന്ന് വരുത്തി തീർക്കാൻ. സാർ അങ്ങനെ ചെയ്യരുത്.
ലൈഫിൽ നടന്ന യഥാർത്ഥ കാര്യങ്ങളൊക്കെ തുറന്നെഴുതണം. മിസ്റ്റർ ഗൗതം, യു ആർ മൈ ഗസ്റ്റ്. ആ ഫ്രീഡം ഞാൻ തന്നു. But don't interfere in my personal interest. ഓ സോറി ഐ എം നോട്ട് ഇന്റർഫിയറിംഗ്. വാവ്, ഫോട്ടോ ഗംഭീരായിട്ടുണ്ട്. എന്തൊരു എടുപ്പാ. ഒരു ആർമി ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. രാജ്യത്തിന് ചെയ്ത മഹത്തായ സേവനങ്ങൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടില്ലേ സാറിന്? അതൊക്കെയാണോ ഈ ഷെൽഫിലിരിക്കുന്നത്? ഒത്തിരി ഉണ്ടല്ലോ സാർ. സാറിനെ പോലെ ഒരാൾ ഫാദർലോ ആകുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അല്ലേ അക്ബർ അലി? അക്ബർ അലി, ഒരു മിനിറ്റ്, ഞാൻ സാറിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിച്ചോട്ടെ? ഷുവർ. ഞാൻ ആ വാതിലൊന്ന് അടച്ചോട്ടെ? അപ്പൊ ഞാനത് പറഞ്ഞപ്പോ സാറൊന്ന് ഞെട്ടിയോ? എന്തിന്? ഞാനെന്തിനു ഞെട്ടണം? എല്ലാവരുടെ മുമ്പിൽ വെച്ച് എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ജനറൽ സാബിന്റെ അവസ്ഥ? എന്റെ ഭാവി ഫാദറിലോ നിന്ന നിപ്പില് ഭൂമി വിടർന്ന് താഴെ പോയേനെ. Don't make me a fool. കാര്യം എന്താന്ന് പറ. ഇപ്പോഴും സാറിന് മനസ്സിലായില്ലേ? നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ? കാശ്മീരിലെ അന്നത്തെ രാത്രി ഒന്ന് ഓർത്തു നോക്കി. വെടിയൊച്ചകളുടെ ശബ്ദം കേട്ട് ഞാനും എന്റെ ചേച്ചിയും പേടിച്ചു വിറച്ചിരിക്കുന്നിടത്തേക്ക് രക്ഷകന്റെ വേഷത്തിൽ വന്ന ആ രാത്രി. Come on. Come on. Come on. Remove the casualties. Sir. Sir, go outside. Take the boy too. Sir, no. Do what I say. The girl is unconscious. Take her to the hospital. റെക്കോർഡ്സിൽ ടെററിസ്റ്റിന്റെ പേരേ വരാവൂ. അണ്ടർസ്റ്റാൻഡ്? No, no. You are lying. അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. നുണ പറയാ നീ. അതെ, നുണ. ഓർമ്മ പെസക. എളുപ്പം പറഞ്ഞ് തീർക്കാൻ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. പക്ഷേ
എനിക്കതങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയില്ലോ സാർ. അച്ഛനും അമ്മയെ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത് വിധിയാണെന്ന് കരുതി സമാധാനിക്കാറുണ്ട് ഞാൻ. ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിട്ട് നിങ്ങൾ കാണിച്ച ക്രൂരത അങ്ങനെ എളുപ്പം പൊറുക്കാൻ കഴിയോ ജനസാബ്? രക്ഷിക്കാൻ വരുന്ന പട്ടാളക്കാര് കഴുകന്മാരെ പോലെ പിച്ചി ചീന്തിയ പെൺകുട്ടികൾ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. അതുപോലെ ഇത് എഴുതിത്തള്ളാന്ന് കരുതിയാൽ നടക്കില്ല സാർ. 8 വർഷം എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ടും എത്ര കരഞ്ഞിട്ടും എന്റെ പാവം ചേച്ചി പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ ജനറൽ? ഇത്രയും കാലം മറക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിൽ തന്നെ കിടന്ന് നീറുക. ഉറങ്ങാൻ കിടക്കുന്ന ഓരോ രാത്രിയിലും നിങ്ങളെ ഒരുപാട് തവണ കൊന്നിട്ടുണ്ട് ഞാൻ. ഇപ്പൊ തേടി വന്നത് തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ. ഇപ്പൊ സാർ ശരിക്കും ഞെട്ടി അല്ലേ? ചെസ്സുകളിൽ തോറ്റത് ഒരു തുടക്കമാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഇനിയുള്ള കളികളിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരസുഖമില്ല എന്റെ ലോറൻസ് ഏട്ടാ. എന്നെ കാണുമ്പോഴുള്ള സൂക്കേടാ അത്. ഈ തടിയും വെച്ച് ഒരു 10-20 കൊല്ലം കൂടെ ലോറൻസ് ഏട്ടന് പയർ പോലെ ഓടിയെടുക്കാം. 20 കൊല്ല അത്രേ ഉള്ളൂ. എന്താ അത്രയും പോരെ? 96-ാമത്തെ വയസ്സിലാണ് എന്റെ അപ്പന്റെ കാറ്റ് പോയത്. കർത്താവ് വിളിച്ചിട്ട് ഞാൻ വരില്ല എന്ന് വാശി പിടിച്ചിരിക്കായിരുന്നു എന്റെ അപ്പൻ. പിന്നെ ഒന്ന് പറഞ്ഞയക്കാൻ ഞാൻ പെട്ട പാടി എനിക്കറിയാം. വയസ്സുകൊണ്ട് അപ്പനെ തോൽപ്പിക്കണം തന്നെയാണ് എന്റെ വാശി. അല്ലാണ്ട് കുറെ കാലം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു വലിയ കൊതി ഉണ്ടായിട്ടൊന്നുമല്ല. ആ കൊതി നടക്കില്ല. അപ്പം കല്യാണം കഴിച്ചല്ലേ? ലോറൻസ് ഏട്ടൻ വെറും ബാച്ചിലർ അല്ലേ? അപ്പൊ കല്യാണവും ആയുസും തമ്മിൽ എന്താ ബന്ധം? അയ്യോ, ആ രഹസ്യം അറിയത്തില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്നാ ചെയ്യും? ഇനിയിപ്പൊ ഞാനൊരു കല്യാണം കഴിച്ചാ പോരെ? എനിക്കിപ്പോഴും അതിനുള്ള പുഷ്ടിയൊക്കെ ഉണ്ട്. എന്താ പൊന്താത്തെ ഒന്ന് പിടിച്ചേ. പിന്നെ ചില ആൾക്കാര് എനിക്ക് പുഷ്ടിയുണ്ട് എന്ന് പറഞ്ഞ് നടക്കണ പോലെ ഞാൻ അങ്ങനെ പറഞ്ഞു നടക്കാറില്ല. സ്വന്തമായിട്ട് എഴുന്നേറ്റേക്കാൻ വയ്യ, എന്നിട്ടാണ് പുഷ്ടി. അത് പിന്നെ എണീക്കാനും ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയുള്ളൂ. അയ്യടാ ചെന്നേ പോയി സാധനം മിക്സ് ചെയ്ത് വെക്കേ, ഞാൻ തോട്ടത്തിലെത്തിക്കോളാം. പുഷ്ടിയുടെ കാര്യം കേട്ടിട്ടുണ്ടാവോ? ഈ 2 മുട്ടിനും നല്ല വേദന ഉണ്ടായിരുന്നു. 2 മുട്ടിനും പുഷ്ടി കുറവ്. ഡോക്ടറോട് പറയാൻ വേണ്ടി വന്നതാ. പുഷ്ടി പോയാ ജീവിച്ചിട്ട് എന്താ കാര്യം? സുധി, ഗൗതം ബാംഗ്ലൂർ വന്നിട്ട് എത്ര നാളായി? 2-3 മാസമായി. അപ്പം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള പരിചയം? അതെ. അയാളുടെ പാസ്റ്റിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാമോ സുധിക്ക്? ഇല്ല. എന്താ അങ്കിൾ? ഒന്നുമില്ല. അയാൾ പറഞ്ഞ ഇൻസിഡന്റ് എന്റെ ഓർമ്മയിൽ വരുന്നില്ല. Is it true or a fake story? എന്താ അങ്കിൾ അങ്ങനൊരു തോന്നൽ? ഹേയ് ചുമ്മാ. He's a nice boy. അമ്മയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അയാളെ നന്നായി ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ പോലുള്ള പട്ടാളക്കാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാത്തിനും കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. വോർ ഫ്രണ്ട് ഞങ്ങളുടെ മുന്നിൽ ഇനിമികളെ ഉണ്ടാവും. ആ ശീലം ഉണ്ടാവും. അവർ തമ്മിലുള്ള ഇഷ്ടം അത്രയ്ക്ക് ഡീപ്പാണോ? അങ്കിൾ എന്തെങ്കിലും കുഴപ്പം? നത്തിങ്. എല്ലാം ശരിക്കും ആലോചിച്ചിട്ട് വേണമല്ലോ. കല്യാണമല്ലേ? ഷീസ് മൈ ഓൺലി ഡോട്ടർ. അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തു വിട്ടു വരാം. അല്ല, ഒരു കമ്പനിക്ക് സുധിയും രാഖിയും വരും. എന്താ സുധി? ഇനിയിപ്പോ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നല്ലേ സാർ? അല്ല അങ്കിൾ, അതിന്റെ ഒരു രീതി അല്ലേ സുധി? അതെ അതെ, അവര് പോയിക്കോട്ടെ. അങ്കിൾ, അങ്കിളുടെ ജീപ്പിന്റെ കീ ഞാൻ എടുത്തിട്ടുണ്ട്. കമോൺ. നിക്ക്, ഡ്രൈവറെ കൂടെ കൂട്ടിക്കോ. വേണ്ട, ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യും. എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളതാ. ഒരു കനവും വിടരുന്നു, ഒരു കോടി വർണ്ണമുണരുന്നു, ഒരു നിലവും പുണരുന്നു, ഒരു കോടി രാഗമുയരുന്നു, സുഗന്ധങ്ങൾ നിറയുന്നു, പനിമഴ മഞ്ഞിൽ പൊഴിയുന്നു, പ്രണയ സരോവരത്തിൽ ഹംസങ്ങൾ നീന്തുന്നു, ഒരു കനവും വിടരുന്നു, ഒരു കോടി വർണ്ണമുണരുന്നു, ഒരു നിലവും പുണരുന്നു, ഒരു കോടി രാഗമുയരുന്നു.
ശ്യാമസുന്ദര സന്ധ്യയിലെ നിറമേഘമായി നാം അലയുന്നു. പാർവണങ്ങൾ നിറയുമ്പോൾ അനുരാഗമായി നാം ഒഴുകുന്നു. ചന്ദ്രിക പൊഴിയും ചന്ദന നദിയിൽ അടിമുടി നനയും അഴകുകളാകുന്നു. അത്രമേൽ അത്രമേൽ ഇഷ്ടമായി ഒന്നായി നമ്മൾ മാറുന്നു. ഒരു കനവും വിടരുന്നു. ഒരു കോടി വർണ്ണമുണരുന്നു. ഒരു നിലവും പുണരുന്നു. ഒരു കോടി രാഗമുയരുന്നു. സുഗന്ധങ്ങൾ നിറയുന്നു. പനിമഴ മണ്ണിൽ പൊഴിയുന്നു. പ്രണയ സരോവരത്തിൽ ഹംസങ്ങൾ നീന്തുന്നു. എന്താ നിന്റെ ഉദ്ദേശം? പേടിക്കണ്ട, മോളെ ഞാൻ കൊല്ലില്ല. വില്ലന്റെ ആൾക്കാർ ഓരോരുത്തരെയും കൊന്ന് പ്രതികാരം ചെയ്യാൻ വന്ന സിനിമയിലെ ഹീറോ ഒന്നും അല്ല ഞാൻ. നിങ്ങളുടെ മകളായിട്ട് പോലും അവൾ എനിക്കിഷ്ടമാണ്. സിൻസിയറായിട്ട് എന്നെ ഇഷ്ടമാണ്. ആത്മവഞ്ചന കാണിക്കാൻ ഞാൻ നിങ്ങളുടെ അത്രയും വൃത്തികെട്ടവനല്ല. മൈൻഡ് യുവർ വേർഡ്സ്. അവൾ എന്റെ മകളാണ്. ഞാൻ പറയുന്നതേ അവൾ വിശ്വസിക്കൂ. അവൾ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും. വെറുതെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഇവിടെ വന്ന് നീ ആളാകുന്നത് ഇന്നത്തോടെ അവസാനിപ്പിച്ചോ? ഇല്ലല്ലോ, അങ്ങനെ അവസാനിക്കില്ലല്ലോ ജനറൽ സാർ. ഈ മാന്യതയുടെ മുഖംമൂടി വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മഹാനായ ഈ അച്ഛന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് പ്രിയപ്പെട്ട മോൾ അറിയണ്ടേ? ഊണിലും ഉറക്കത്തിലും നിങ്ങളെ വിശ്വസിക്കുന്ന പാവം ഭാര്യയും, രാവും പകലും മോന്റെ ഗുണഗണങ്ങൾ പാടി നടക്കുന്ന അമ്മയും, പിന്നെ ഈ ലോകം മുഴുവൻ അറിയണ്ടേ? ഞാനിവിടുന്ന് ടാറ്റ പറഞ്ഞ് പിരിയും മുമ്പ് അതറിയും സാർ. വേണ്ട, അത്രയ്ക്ക് മിടുക്കനാകണ്ട നീ. നിന്റെ ക്രിമിനൽ മൈൻഡിൽ എന്ത് നീ പ്ലാൻ ചെയ്താലും അതിവിടെ നടക്കില്ല. നടക്കും. നടത്താനാണല്ലോ ഞാൻ വന്നത്. എന്നെക്കാളും വലിയ ആ ക്രിമിനൽ മൈൻഡിൽ എന്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അത് വെറുതെ വേസ്റ്റ് ആവത്തേയുള്ളൂ സാർ. ശരിക്കും ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്ന് മോളുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്തതും സുധീർ കൃഷ്ണയുടെ ഫ്ലാറ്റിൽ താമസിച്ചതും മോളെ പ്രേമിച്ചതുമൊക്കെ അറിയാണ്ട് സംഭവിച്ചതൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ. എല്ലാം എനിക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള വഴികളായിരുന്നു. ഇപ്പൊ ഈ വഴിയിൽ ഞാനും നിങ്ങളും മാത്രം. പുറത്തു ചാടാനുള്ള കുറുക്ക് വഴികൾ അന്വേഷിക്കേണ്ട ജനറൽ സാർ. എല്ലാ വഴികളും ഞാൻ അടച്ചോണ്ടിരിക്കുക. എന്താ രണ്ടാളും കൂടി സ്വകാര്യം? അത് ഞങ്ങളൊരു പ്ലാൻ ഇടുകയായിരുന്നു. എന്ത് പ്ലാൻ? ചെസ്സിൽ അങ്കിള് തോറ്റില്ലേ, അതിന്റെ ചെറിയൊരു വാശി. അതിന് പകരമായിട്ട് അങ്കിള് വേറെ കളി പറയും. ആ കളിയിൽ ഞാൻ ജയിച്ചാലേ ശ്രേയ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന്. പണ്ട് ശ്രീരാമൻ വില്ലു ഒലച്ച് സീതയെ സ്വയംവരം ചെയ്തില്ലേ, അതുപോലൊരു കളി അല്ല അങ്കിൾ? അത് കൊള്ളാലോ, കുട്ടിക്കളി കളിക്കാനുള്ള പ്രായമാണല്ലോ. ജനറലായിരുന്നു എന്ന് കരുതി എപ്പോഴും മസിൽ പിടിച്ചടക്കേണ്ട കാര്യമുണ്ടോ? ഈ ഇടയ്ക്കൊക്കെ അല്പം കുട്ടിക്കളിയാവാം. എന്താങ്കിൾ? തോട്ടത്തിലെ പണിക്കാരി കനകമ്മയുടെ മോള് പ്രസവിച്ചു. ഞാനൊന്ന് അവിടെ വരെ പോവാ. വീണ്ടും മസിൽ പിടിക്കണ്ട സാർ. ഭാര്യയുടെ മോളുടെ ഒക്കെ മുമ്പില് എന്നേക്കാൾ നന്നായിട്ട് അഭിനയിക്കേണ്ടത് സാറാ. നമ്മൾ വിചാരിച്ചതിനേക്കാളും മിടുക്കനാ ഗൗതം അല്ലേ? നല്ല സ്നേഹവും വിനയവും. തോട്ടത്തിലെ പണിക്കാരും പറഞ്ഞു അത്. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ ഗൗതം മതി എല്ലാത്തിനും. ഇന്നൽപ്പം കൂടുതലാണല്ലോ. എന്താ ഒരു ടെൻഷൻ പോലെ? ഇല്ലല്ലോ. ആത്മകഥ എഴുതാൻ തുടങ്ങിയപ്പോ മുതലാണല്ലോ ഇത്. എന്താ കൊതുക്! വെടിവെച്ചുമല്ലേ വേണ്ടത്?
ഹലോ ഹലോ, ഒന്ന് എഴുന്നേറ്റേ. ഇങ്ങോട്ട് നോക്ക്. എന്താ? ഒന്ന് പുറത്തേക്ക് വന്നേ. എന്താ പറ്റി? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്താ അത്യാവശ്യം ഈ പാതിരാത്രിക്ക്? പറയാം, വാ. എന്താ? ദാ അങ്ങോട്ട് നോക്കൂ. എന്ത്? ചന്ദ്രൻ. ഇതാദ്യമായിട്ടാ കാണുന്നത്? നല്ല വെളുത്ത നിലാവ്. വട്ടായോ? ഉറക്കം വന്നില്ല. നിലാവ് നോക്കിക്കിടന്നപ്പോ പെട്ടെന്ന് എനിക്ക് റൊമാൻസ് വന്നു. എന്നിട്ട്? നിലാവ് തഴിച്ചുവിട്ട കോഴികളെ പോലെ നമുക്ക് കുക്കുരുമിയിരുന്ന് അല്പനേരം പ്രേമിക്കാം. പകല് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഈശ്വര. പുറത്തു പോയി വന്നതിന് ശേഷം എനിക്ക് നിന്നോടുള്ള ലവ് കൂടി. പോയി കിടന്നുറങ്ങ. ആരെങ്കിലും കണ്ടാലോ? കണ്ടാലെന്താ, നമ്മള് കല്യാണം കഴിക്കാൻ പോവല്ലേ? വാന്നേ. ഗുഡ് നൈറ്റ്. മൂൺ പാവം എന്നും ആകാശത്ത് തന്നെ. ഈ അടി ഞാൻ കൊള്ളണം. പാതിരാത്രി മോളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് റൊമാൻസ് കളിച്ച ഏതച്ഛനടിക്കും. ഇപ്പൊ സാറിന്റെ ഭാഗത്തെ ന്യായം. പക്ഷേ പ്രതികാരം ചെയ്യാൻ വേണ്ടി മോളെ നശിപ്പിച്ചു മുങ്ങിക്കളയൊന്ന് പേടിക്കണ്ട. സാറിനെക്കാളും മാന്യനാണ് ഞാൻ. ഒരടി അടിച്ചില്ലേ, അത് പോരെ സാർ. ഒരു കാര്യം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടോട്ടെ എന്ന് കരുതിയ ഞാൻ വിളിച്ചാൽ ഏത് പാതിരാത്രിയിലും സാറിന്റെ മോള് വരും. ഞാൻ പറഞ്ഞാൽ അവളെന്ത് കേൾക്കും, എന്തും വിശ്വസിക്കും. ഇന്ന് ഇത്രയ്ക്ക് പോരെ സാർ. വെറുതെ ഉറക്കമൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളയണ്ട. ഗുഡ് നൈറ്റ്. അല്ല, തോക്കെടുത്തിട്ട് അവിടെ തന്നെ എന്താ വെച്ചളഞ്ഞേ? അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഞാൻ ഉപയോഗിച്ചോളാം. മതി. ഗുഡ് നൈറ്റ്. എനിക്ക് നിൽക്കാനുള്ള പുഷ്ടിയില്ല മോനെ. ഒരെണ്ണം തന്നേ. നമ്മുടെ ജനറൽ അംഗിളിന് അൽഷിമേഴ്സിന്റെ തുടക്കമാണോന്ന് എനിക്കൊരു ഡൗട്ട്. തന്നെ രക്ഷിച്ച സംഭവം മൂപ്പർക്ക് ഓർമ്മയില്ല അത്രേ. അതിപ്പോ അങ്ങനെ മറക്കാൻ ചില കാര്യങ്ങൾ മാത്രം മറന്നു പോകുന്ന ഈ അൽഷിമേഴ്സ് എന്നോട് ചോദിക്കുക അതൊരു ഫേക്ക് സ്റ്റോറി ആണോ. ഒരു കള്ളക്കഥ പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറ്റിക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? താനൊരു ഫ്രോഡാണെന്ന്. എന്താ അങ്കിളിന് അങ്ങനെ ഒരു സംശയം തോന്നാൻ? എല്ലാവരെയും സംശയത്തോട് നോക്കുന്ന ഒരാൾക്ക് എല്ലാം സംശയം തന്നെയാ. ഇത്രയും കൊല്ലായില്ലേ ഞാനിവിടെ. എന്നെ നോക്കുന്നു സംശയത്തോട് തന്നെയാ. പഠിപ്പില്ലെങ്കിലും വലിയ പട്ടാളക്കാരനല്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ പറയും ആള് ഫ്രോഡാണോ ഡീസന്റ് ആണോ എന്ന്. ഇപ്പൊ സുധീർ സാറ് ഫ്രോഡാണെന്ന് തോന്നുമെങ്കിലും സാറിനെ കണ്ടാ തന്നെ പറയും ഡീസന്റ് ആണെന്ന്. താൻ എന്നെ ഫ്രോഡാക്ക. ഇന്ന് ഞായറാഴ്ച സാറേ, ഞായറാഴ്ച ഞാൻ നുണ പറയില്ല. ക്ഷമിക്കണം സാറേ, സാറ് വണ്ടിയിൽ ഇരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പിച്ചക്കാരനാണെന്ന്. ഇനി എനിക്കെന്റെ അവിടെ ഇരുന്നോ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. രാഗിയ ഇപ്പോഴത്തെ വായിലിരിക്കുന്ന തെറി മുഴുവൻ കേൾക്കും. താൻ അറ്റൻഡ് നമ്മൾ വെറുതെ നടക്കാറിയാന്ന് പറ. ഞായറാഴ്ച ഞാനും നുണ പറയാറില്ല. മാനവ മര്യാദയ്ക്ക് കള്ളു കുടിക്കാൻ സമ്മതിക്കാത്ത ഭാര്യയെ വെച്ച് പൊറിപ്പിക്കരുത്. ചവിട്ടി കൊള്ളണം, എന്നിട്ട് നമ്മൾ ജയിലിൽ പോയി കിടക്കുക. അതെ, എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കമോൺ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കണ്ടാൽ അറിഞ്ഞൂടെ അയാൾ നല്ല കണ്ടീഷനിലല്ല. വീട്ടിലേക്ക് ചെല്ല്, രാഖി അവിടെ കാത്തിരിപ്പുണ്ട്. ഗൗതം കേറ്. അതെ ചെല്ലേ, അങ്കിൾ പറഞ്ഞ കേട്ടില്ലേ? രാഖി അവിടെ പ്രാഗി കാത്തിരിപ്പുണ്ടോ? നീ കേറ്. അല്ല, ഞാൻ അങ്കിളാ ടൈപ്പ് ഒന്നും അല്ല. ഓക്കെ അങ്കിൾ. കാല് അത് ഞാൻ അടിച്ചോളാം. അല്ല, സ്വന്തം കാല്. ഓ, ഈ കാല്. ഓൾ ദ ബെസ്റ്റ്. ബ്രേക്ക് ഇളക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല സാറും ക്ലോസ് ആവും. എന്ത് ധൈര്യത്തിലാ നീ എന്റെ വണ്ടി കയറിയത്? എന്നെ കൊല്ലാൻ സാറിന് കഴിയില്ലെന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ട്. അത്രയ്ക്ക് ക്ലവറാണോ നീ? ഇറങ്ങ. I have the right to shoot an enemy at any time.
ആരും ചോദിക്കില്ല. കൊന്ന് കൊക്കയിലെറി ഞാൻ. അബദ്ധത്തിൽ അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് ഒരു മരണം ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അറിയാം സാർ, മരിക്കാൻ കൂടി തയ്യാറായി തന്നെയാ ഇങ്ങോട്ട് ഞാൻ വന്നത്. പക്ഷേ ഒരു തെളിവും ബാക്കി വെക്കാതെ ഈ മരണം ക്രിയേറ്റ് ചെയ്യാൻ സാറിന് കഴിയില്ല. പേടിച്ചു പോയോ? ഞാൻ പറഞ്ഞില്ല അങ്കിൾ ശ്രേയ പേടിക്കൂന്ന്. ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് അങ്കിൾ എന്നെ പഠിപ്പിക്കുക അല്ലെങ്കിൽ? അതെ. ഇതിനാണോ പെട്ടെന്ന് വരാൻ പറഞ്ഞ് SMS ചെയ്തത്? ഒരു രസം. ശ്രേയയുടെ കാറ് വരുന്ന കണ്ടപ്പോ ഞങ്ങളൊരു നാടൻ കളിച്ചല്ലേ. ജീപ്പിലിരിക്കുമ്പോ ഞാൻ SMS അയച്ച ശ്രദ്ധിച്ചില്ലല്ലേ. ഇനി ഞാനും നോക്കട്ടെ അങ്കിൾ. തോക്ക് തൊട്ടപ്പോ തന്നെ കയ്യിനൊരു വിറ. ആദ്യമായിട്ടാ ഞാനൊരു തോക്ക് കൈകൊണ്ട് തൊടുന്നേ. ഇങ്ങനെയല്ലേ പിടിക്കേണ്ടത്? തോക്ക് കൈ കിട്ടിയ ഒരാളെ കൊല്ലാൻ തോന്നും ഇല്ലേ അങ്കിൾ? താങ്ക് യു. ഞാൻ ഇവരുടെ കൂടെ പൊക്കോട്ടെ. ഷാൽ ബി മൂവ്? ഓക്കെ, ബൈ. സായിപ്പുള്ള കാലത്ത് മുന്തിരി പറിച്ച് ചവിട്ടി കുഴച്ച് ചാറാക്കി ഇതിലൊഴിച്ച് അടച്ചു വെക്കും. പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ക്രിസ്മസിനാ തുറക്കുക. സാറിന്റെ അച്ഛനുള്ളപ്പോ ഒരു കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങോട്ട് നിന്നു. നമുക്കൊന്ന് പരീക്ഷ നോക്കിയാലോ ലോറൻസ്? ആവാലോ. കൊറേ കൊല്ലായില്ലേ ഇപ്പൊ ഇത് തുറന്നിട്ട്, ഇല്ലേ ലോറൻസേ? പിന്നെ അന്ന് ഡൽഹിയിൽ നിന്നും ശ്രീനഗറിൽ നിന്നും അങ്കിളുടെ പഴയ കൊളീഗ്സും ഫാമിലിയും ഒക്കെ വന്നപ്പോഴായിരുന്നു അത്. അന്നത്തെ ബാക്കി വൈൻ ഇത് കാണുമോ? എന്റെ അമ്മോ, ഇത്രയും വലിയ ബാരലോ? ഇത് കൊള്ളാലോ ലോറൻസ് ഏട്ടാ. ലോറൻസിന്റെ അടിയിൽ കുറച്ചുണ്ട്. ഇതെങ്ങനെ എടുക്കാ? അതിനല്ലേ ബക്കറ്റും കയറും. ദാ വരുന്നു. എല്ലാവരും ഒന്നങ്ങോട്ട് ഉഷാറായിക്കോളൂ. അങ്ങോട്ട് പോട്ടെ മോനെ. ബക്കറ്റ് നീ വേഗം ചെല്ലടാ. എന്നിട്ട് മുക്കി ഇങ്ങോട്ട് പോരട്ടെ. അമ്പഴിയും ബക്കാളിയേ. എന്റെ കർത്താവേ, സ്വയംഭ സാധനം. സുസാറും നോക്കിയേ. അല്പം ഒന്ന് കഴിച്ചു നോക്കണം അങ്കിൾ. നല്ല സൂപ്പർ സാധന. 10-20 കൊല്ലത്തെ പഴക്കമുള്ളതല്ലേ. പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടും, ചില ഓർമ്മകൾ പോലെ. ലോറൻസേ, നാളെ നമ്മൾ വീഞ്ഞുണ്ടാക്കാൻ പോവാ. എന്താ, കുറച്ചൊന്നും പോരാ, ഈ ബാരൽ മുഴുവൻ. മുന്തിരിപ്പൂവിൻ വർണ്ണജാലം, മാമലങ്കാട്ടിലെ മായാലോകം, അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങൾ, കൂട്ടുകൂടാനിനി ഞാനുമുണ്ടേ. മുന്തിരിപ്പൂവിൻ വർണ്ണജാലം, മാമലങ്കാട്ടിലെ മായാലോകം, അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങളിൽ കൂട്ടുകൂടാനിനി ഞാനുമുണ്ടേ. വാലില്ല കാട്ടുകുരങ്ങേ ചാഞ്ചാടിയാടുന്നതെന്റെ, മുന്തിരി വള്ളിയിലൂഞ്ഞാലു കെട്ടാൻ ഇണയെ കൂട്ടുന്നുവോ? ോട് വെച്ചുവാ കാട്ടുമാറ്റാനേ കാവൽക്കാരാ, അറ നിറച്ചു വര നിറച്ചു വിളവെടുത്തുവാ. തേൻ തുളുമ്പും പ്രണയപ്പൂ കൊണ്ടുവാ. നേരമില്ല നേരമില്ല നേരമില്ല, അക്കരെ കളത്തിലേക്ക് കൈകളെത്തണം. മുന്തിരിപ്പൂവിൻ വർണ്ണജാലം, മാമലങ്കാട്ടിലെ
അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങളിൽ കൂട്ടുകൂടാനിനി ഞാനുമുണ്ട്. ചുവപ്പ് മുന്തിരി കാലാലെ മെതിച്ച് ചാറാക്കി ജാറിൽ നിറച്ച് കാലാകാലം മൂടി വച്ച് തുറന്നാൽ വീഞ്ഞിൻ രാജാവല്ലേ. പാതിരാച്ചോലയിൽ നീന്തി നീന്തി തിരമുറിച്ചു മുകിലിലൂടെ പറന്നു വാ. പാൽ പാൽ വരും ഉടൽ മഞ്ഞിരേ നീരാടാൻ വാ കന്നിപ്പൂത്തിങ്കളെ. മുന്തിരി പൂക്കളെ കാവലാക്കി മൂവന്തി പാടത്തോരതിഥി വന്നത്. മുന്തിരിപ്പൂവിൻ വർണ്ണജാലം മാമലങ്കാട്ടിലെ മായാലോകം. അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങളിൽ കൂട്ടുകൂടാനിനി ഞാനുമുണ്ട്. ലോറൻസ് പൊയ്ക്കോളൂ, ഞങ്ങൾ അല്പം വൈകും. പൊയ്ക്കോ, പോയി കിടന്നുറങ്ങിക്കോ. നീ വരുമോന്ന് ഞാൻ സംശയിച്ചു. അഭിനയം മൊത്തത്തിൽ നന്നായി. നീ പറഞ്ഞതാ ഞാൻ ചെയ്തത്. നിന്നേക്കാളും നന്നായി ഇവിടെ അഭിനയിക്കേണ്ടത് ഞാനല്ലേ? എന്താ പാതിരാത്രി ഉദ്ദേശം? ഈ രാത്രിയോടെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. നീയും. മനസ്സിലായില്ല. മനസ്സിലാവും. അതിനു മുമ്പ് ഒരവസരം കൂടി നിനക്ക് തരിക. ഇപ്പോ ഈ രാത്രി തന്നെ നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. ഇനി ഒരിക്കലും എന്റെയോ എന്റെ മോളുടെയോ മുന്നിൽ നീ വരാൻ പാടില്ല. പറ, അതിനെത്ര പണം വേണം? ഓ, കൈമടക്ക്. എത്ര തരും? പറഞ്ഞോ, എത്ര വേണം? അപ്പൊ കുറ്റസമ്മതം. ഒടുവിൽ സാർ കുറ്റം സമ്മതിച്ചു, അതിനല്ലേ കൈക്കൂലി? നോ, നടക്കാത്തൊരു കാര്യം സമ്മതിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതും പറഞ്ഞ് ഇനി നീ എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കാൻ വേണ്ട. അവള് നിന്നെ സ്നേഹിച്ചു പോയി, അതിന്റെ വിലയായത്. അത് കൊള്ളാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റന്നാൾ ഞങ്ങളുടെ കല്യാണ നിശ്ചയമല്ലേ, അവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമുക്ക് വിലവേശാം. അപ്പോ മോൾക്കും കാര്യം മനസ്സിലാവുമല്ലോ. അതുവരെ നീ ഭൂമിയിൽ ഉണ്ടായിട്ട് വേണ്ടേ? എടാ പീറ ചെറുക്ക, അങ്ങനെ നീ മിടുക്കനാവണ്ട. നീ എനിക്കൊരു ഇര പോലുമല്ല. ഒളിയുദ്ധം വേണ്ട, നേർക്ക് നേരെ യുദ്ധം ചെയ്യും. അതാ ഞങ്ങൾ പട്ടാളക്കാർക്ക് ശീലം.
ഗുഡ് മോർണിംഗ് ജനറൽ സാർ. ശരിക്കൊന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. മുന്തിരിച്ചാറിൽ സുഖമായിട്ടൊന്ന് നീരാടി. ഒരു ഗംഭീര നീരാട്ട്. ഒമർ ഖയ്യാമോ സോളമനോ ആരാണ്ട പണ്ട് പാടിയിട്ടില്ലേ, മുന്തിരിച്ചാറിൽ നീന്തി തുടിക്കുന്നതിന്റെ സുഖത്തെ പറ്റി. ദൈവം എന്റെ കൂടെയാണ് സാർ. അല്ലെങ്കിൽ ആ സമയത്ത് കൃത്യമായി ലോറൻസ് ചേട്ടന് വരാൻ തോന്നുന്നു. ലോറൻസ് ചേട്ടാ, എന്താ ഉണ്ടായതെന്ന് സാറിനൊന്ന് പറഞ്ഞു കൊടുക്ക. എന്റെ കർത്താവേ, സാറേ സാറേ സാറേ, ഇതെന്ത് പറ്റിയതാ? വൈൻ കട്ടുപിടിക്കാൻ വന്നപ്പോ കാല് തെറ്റി വീണെന്ന് പറഞ്ഞ ലോറൻസ് ചേട്ടൻ വിശ്വസിക്കോ? ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ലോറൻസ് ചേട്ടാ. കാര്യല്ല സാറേ, ദൈവത്തിന്റെ കളിയെന്ന് കരുതിക്കോ. ഈ കളിയിൽ ഞാൻ ജയിച്ച ലോറൻസ് ചേട്ടനൊക്കെ മനസ്സിലാവും. ഞാൻ തോറ്റ ഒന്നും മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ? ദൈവത്തിന്റെ ആ കളി ഞാനും സാറും തമ്മിലാ. തൽക്കാലം ലോറൻസ് ചേട്ടൻ ഒന്നും കണ്ടിട്ടില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ലോറൻസ് ചേട്ടൻ സാറിന്റെ വിശ്വസ്തനായ പണിക്കാരനല്ലേ. അതുകൊണ്ട് ഇന്നലെ രാത്രി എന്തോ ഒരു ദുസ്വപ്നം കണ്ടു എന്ന് കരുതി വെച്ച് ഒന്ന് കുരിശ് വരച്ചിട്ട് ജോലിക്ക് പൊക്കോളൂ. മിടുക്കൻ, നീയാടാ മോനെ ഡ്രൈവർ. ഞാൻ പറക്കാൻ പറഞ്ഞു, നീ പറന്നു വന്ന് നിന്നു. അതെ അതെ, മനുഷ്യനിവിടെ ചുമ്മാ ഒരു രസത്തിനാ. ഇതിനകത്ത് ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുമ്പോ ഒരു സുഖം. സുഖം. ഞാൻ വിചാരിച്ചാലാണ്ട് ചാവാൻ കിടക്കുകയാണ്. ജോർജ്, മാലതി മാം, ഒരു മാറ്റൂലല്ലോ ഇപ്പോഴും. കൊല്ലത്രയും കണ്ടിട്ട്. ജോർജ് എവിടെയാ ഇപ്പോ? കറക്കി വിട്ട പമ്പരം പോലെ നിന്നടുത്ത് നിന്ന് ഇങ്ങനെ കറങ്ങുക. ഇപ്പൊ ഫോട്ടോ വെച്ചില് പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അത് മാറുന്ന ദിവസം ഈ നെഞ്ചത്ത് ആരെങ്കിലും കൊണ്ടൊന്ന് റീത്ത് വെക്കും. ഇമെയിൽ കിട്ടിയപ്പോ വണ്ടടിച്ചു പോയി ഞാൻ. എന്നാലും സാബൻ ഓർത്തല്ലോ, മോളുടെ എൻഗേജ്മെന്റ് ആണ്, എന്റെ ആദ്യത്തെ അതിഥി താനായിരിക്കണോ സാർ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോ കണ്ടറിഞ്ഞു. എന്റെ ഞാൻ എടുത്തോണ്ടിരുന്ന കുട്ടിയല്ലേ, അപ്പൊ തന്നെ പുറപ്പെട്ടു. ടാക്സി കൊടുക്കാൻ എടുത്ത് കാശില്ല, ഒന്ന് കൊടുത്തേക്കണേ. ചായ വേണ്ട, ഗ്ലാസും വെള്ളം അവിടെ ഇരിക്കട്ടെ. സർവീസിലുള്ളപ്പോ സാറിന്റെ മുമ്പിൽ ഇങ്ങനെ അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മള് സർവീസിലില്ലല്ലോ, അപ്പൊ പിന്നെ അത്രക്ക് ഡീസന്റ് ആകേണ്ട കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ ജേഷ്, ഞാൻ തനിക്ക് ഇമെയിൽ അയച്ചിട്ടില്ല. തന്നെ ക്ഷണിക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. പിന്നെ എങ്ങനെ താൻ വന്നു? ഇമെയിൽ അയച്ചത് ഞാനാ. എന്റെ ഗസ്റ്റായിട്ടാ മേജർ സാബ് വന്നത്. എന്റെയും സാറിന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാൻ പോകുമ്പോ മേജർ സാബ് ഇല്ലാതെ എങ്ങനെയാണ് സാർ? അന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത ആ ദിവസം ഈ മേജർ തന്നെയായിരുന്നില്ല ഒരേ ഒരു സാക്ഷി. ചെയ്ത പാപം ചത്തുപോയതോ തീവ്രവാദിയുടെ തലയെ കെട്ടിവെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഇത്രയും കാലം സുഖമായിട്ട് നീണ്ടു നിവർന്നിരുന്ന് ഉറങ്ങിയില്ലേ ജനറൽ സാബ്? പക്ഷേ എത്ര കള്ളു കുടിച്ചിട്ടും മനസമാധാനത്തോടെ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല ഈ ജോർജ് ജോസഫിന്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ സാബിന്? കുറ്റബോധം കൊണ്ട്. സാബിന് ഇല്ലാത്ത കുറ്റബോധം കൊണ്ട്. കണ്ടു നിന്നിട്ടും മേലുദ്യോഗസ്ഥന്റെ മാന്യത കളയാതിരിക്കാൻ ആരോടൊന്നും പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നതിന്റെ കുറ്റബോധം. എത്ര വർഷം കഴിഞ്ഞാലും എത്ര ദൂരെ പോയി ഒളിച്ചാലും തേടി പിടിച്ച് പുറകെ വരാൻ ദൈവം ഒരാൾ അയക്കുമെന്ന് അന്ന് ചെറിയ സഭ ഓർത്തില്ല അല്ലേ? സത്യത്തിന്റെ ഭാണ്ഡവം ചോന്നുകൊണ്ട് എന്റെ ദൂതൻ എന്നും നിന്റെ പിറകെ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞത് വെറുതെ അല്ല സാർ. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ പോട്ടെ, ഇല്ല ഞാൻ പറയുന്നു. സർ, ബയോഗ്രാഫിയുടെ ആദ്യമൊക്കെ ഇറങ്ങി, നല്ല റെസ്പോൺസാ. നോക്കട്ടെ, സാറിന്റെ ആത്മാത ആദ്യം വായിക്കാനുള്ള അവകാശം എനിക്കാ.
The autobiography of an audacious army officer, The Reflected Face. It is proposed to make remages through the past and evaluate ബയോഗ്രഫി വേണ്ട, ഒരു മണ്ണങ്ങട്ടേ വേണ്ട. ഗെറ്റ് ലോസ്റ്റ്. അക്ബർ അലി അങ്ങനെ പോവില്ലല്ലോ സർ. അയാൾ എന്റെ ആളല്ലേ. ആത്മകഥ എഴുതുന്ന കാര്യം പറഞ്ഞ് അക്ബർ അലി ഇങ്ങോട്ട് അയച്ചത് ഞാനാ, അല്ല അക്ബർ അലി? അതെ. ഈ ഹരീന്ദ്രൻ ആരാണെന്ന് എനിക്കറിയില്ല. ഇനി ഒരു വരി നീ എഴുതിയാൽ നിന്നെ നിന്റെ പത്രത്തിന് ഞാൻ അവസാനിപ്പിക്കും. രക്ഷയില്ല സർ. സർ വേണ്ടാന്ന് പറഞ്ഞാലും എന്റെ മാഗസിനിൽ വന്നില്ലെങ്കിലും ഈ ആത്മകഥ ജനങ്ങൾ വായിക്കും. ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സർ എനിക്ക് കൺസെന്റ് ഒപ്പിട്ട് തന്നെ. ബോംബെയിലെ ഒരു പ്രസ്സില് ഇപ്പൊ ഇത് അച്ചടിച്ചോണ്ടിരിക്കുക. ആത്മകഥയുടെ പേര് ഞങ്ങളൊന്ന് മാറ്റും. ദ റിഫ്ലക്റ്റഡ് ഫേസിന് പകരം ദ ഹിഡൻ ഫേസ്. ഈ ഹിഡൻ ഫേസ് എന്താണെന്ന് നാളെ ലോകം മുഴുവനും അറിയും. അത് അക്ബർ അലി എഴുതിയിട്ടാവില്ല അറിയാ, മേജർ സാറോ ഞാനോ പറഞ്ഞിട്ടാവില്ല, ജനറൽ സാബ് തന്നെ പറയും. നാളെ ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് മുമ്പിൽ, മകളുടെയും ഭാര്യയുടെയും അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ തന്നെ സമ്മതിക്കും. കുറ്റസമ്മതം, കൺഫെഷൻ. അതായിരിക്കും ഹരീന്ദ്രവർമ്മയുടെ ആത്മകഥയുടെ അവസാനത്തെ അധ്യായം. എന്നിട്ട് ഈ രാജ്യം നിങ്ങൾക്ക് നൽകിയ പരമോന്നത ബഹുമതികൾ നിങ്ങൾ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന് തിരിച്ചു നൽകും. ഇന്ത്യയിലെ 100 കോടി ജനങ്ങളോട് നിങ്ങൾ പരസ്യമായി മാപ്പ് പറയും. പറയും ജനറൽ സാർ, നിങ്ങൾ പറയും. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. ഇതൊരു ഒളിയുദ്ധമല്ല, നേർക്ക് നേരെ നിന്നുകൊണ്ടുള്ള നമ്മുടെ അവസാനത്തെ യുദ്ധം. ദ ലാസ്റ്റ് വാർ. ദ ലാസ്റ്റ് വാർ. നാളെ അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിലോ? പറയും. അതല്ലാതെ അയാൾക്ക് വേറെ വഴിയുണ്ടോ? ഇതെന്ത് പ്രതികാരം നിന്റെ? ഇത് പ്രതികാരമാണോ? പ്രതികാരമാണെങ്കിൽ ഞാൻ അയാളെ കൊല്ലല്ലേ വേണ്ടത്. എങ്കിൽ ഞാനത് പണ്ടേ ചെയ്യേണ്ടതല്ലേ. പിന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന നമ്മുടെ പട്ടാളക്കാർക്കിടയിൽ ഇനി ഒരിക്കലും അയാളെ പോലെ ഒരാളുണ്ടാവും പാടില്ല. അതയാൾ ഏറ്റു പറയണം. അതിന് അയാളുടെ മരണത്തെക്കാൾ 1000 മടങ്ങ് വിലയുണ്ടാവും. കാറ്ററിംഗിന്റെ ഏർപ്പാടൊക്കെ എങ്ങനെയാ ദാസപ്പ? അത് നമ്മുടെ അശോകേട്ടനെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ പെമ്പിള്ളേരുടെ കൂടെയുള്ള ഷോപ്പിംഗ് ഇനിയില്ല. എന്റെ ഒരു ദിവസം പോയത്. നിങ്ങളെ പറ്റി 1 മണിക്കൂറായി. അങ്കിളിനെ കണ്ടില്ലേ അച്ഛാ? കണ്ടു. മൂപ്പർക്ക് എന്തോ ഒരു ഉത്സാഹക്കുറവ്. എന്തു പറ്റി? എനിക്കും തോന്നി. എന്താ അമ്മേ കാര്യം? എന്തെങ്കിലും ചെറുത് മതിയിലോ. ആ മേജർ വന്നത് ഇഷ്ടായില്ല തോന്നുന്നു. ഒരു മഹാകുടിയൻ. അമ്മേ, ഗൗതവിടെ? പക്ഷെ ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? അവളോട് എന്ത് പറയുന്നത്? സ്വന്തം അച്ഛനോട് പകരം വീട്ടാമെന്ന ഒരാളോട് ആ കുട്ടി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അറിയില്ല എനിക്ക്. ആദ്യം അയാളിലേക്ക് എത്താനുള്ള ഒരു മാർഗം അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോ അവൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അച്ഛമ്മ അന്വേഷിക്കുന്നുണ്ട്. ഹലോ, ഇയാളെന്നെ അറിയോ? അമ്മ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. കുട്ടിയായിരുന്നപ്പോ കണ്ടല്ലോ. അന്ന് മോളെന്റെ ക്യാറ്റങ്ങളെന്നാ വിളിച്ചിരുന്നത്. ചെറിയ ഓർമ്മയുണ്ട്. ഷോപ്പിങ്ങിന് വിളിച്ചിട്ട് വന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അല്പം ഫ്രീഡം എടുത്തു. നാളെ എൻഗേജ്മെന്റിന് ഇടാൻ എന്റെ വക ഡ്രസ് വാങ്ങി. നോക്ക്, ഇഷ്ടപ്പെടാൻ വഴിയില്ല. സുധിയേട്ടൻ ആകെ കൺഫ്യൂഷൻ ആക്കി. സാരമില്ല, ശ്രേയക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. ഇതെന്താ മാലതി ഇത്? ഇവരൊക്കെ ആരാ? ആർമിയിലെ പഴയ ഓഫീസേഴ്സും ഫാമിലിയും ഒക്കെ. ആരാ ഇവരെയൊക്കെ ക്ഷണിച്ചത്? സിമ്പിൾ ആയിട്ട് നടത്താന്ന് പറഞ്ഞിട്ട് ഇവൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. हेलो मिसेस वर्मा जी। नमस्ते मिसेस वर्मा जी। नमस्ते माता जी, कैसे हैं आप? ठीक है। हाँ, जनरल साहब नहीं दिख रहे। नमस्ते, आइए जनरल साहब, आइए। हाउ आर यू? സാറിന്റെ ഇമെയിൽ കിട്ടിയപ്പോൾ ഞങ്ങളൊക്കെ അതിശയിച്ചു. എൻഗേജ്മെന്റിന് ഇങ്ങനെ ആർഭാടമായ ഒരു ക്ഷണോ? എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ്, സിറ്റിയിൽ ഹോട്ടൽ അക്കോമഡേഷൻ, റിസീവ് ചെയ്യാനും കൊണ്ടുവരാനും ആൾക്കാർ. ഒറ്റ മോളല്ലേ, ഗംഭീരമായിക്കോട്ടെ എന്ന് കരുതി അല്ലേ? യെസ്, എല്ലാവരും വന്നല്ലോ, സന്തോഷം. നാഷണൽ ചാനൽസ് അടക്കം എല്ലാവരും എത്തുന്നുണ്ട് സർ. ഇവരൊക്കെ എന്തിനാ ഇപ്പോ? സർ പറഞ്ഞു എല്ലാവരും ക്ഷണിക്കാൻ. ഇല്ലേ സർ? സാറിന്റെ ആത്മകഥയിൽ ഏതോ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് സാറിന് എല്ലാവരും മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നു, അല്ലേ സർ? അതെ അതെ അതെ, ഞാൻ തന്നെ വരാൻ പറഞ്ഞത്, ഞാൻ തന്നെ എല്ലാരെയും ക്ഷണിച്ചതും. യെസ് യെസ്.
എല്ലാ കരുക്കളും നീക്കി നീ ഒടുവിൽ എനിക്ക് ചെക്ക് പറഞ്ഞു അല്ലേ? നിനക്ക് വെട്ടിവീഴ്ത്താൻ ചെസ് ബോർഡിലെ രാജാവല്ല ഞാൻ. ഈ കളിയിൽ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നിനക്കെന്നല്ല, ആർക്കും. കാണാം സാർ. ഇനി നമുക്കധികം സമയമില്ലല്ലോ. Ladies and gentlemen, I honor you all who have gathered here accepting my invitation. റിട്ടയർമെന്റിന് ശേഷം ഈ യൂണിഫോം ധരിക്കാൻ എനിക്ക് അവകാശമില്ല. എന്നിട്ടും ഇങ്ങനൊരു ചടങ്ങിൽ എന്തുകൊണ്ട് ഞാനിത് ധരിച്ചുവെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. I believe I am forever a soldier throughout my life. I lived as a soldier, think as a soldier, speak as a soldier, and will die as a soldier. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്റെ ജീവിതം. My life is an open book. 35 വർഷത്തെ മിലിറ്ററി ലൈഫിലും സ്വകാര്യ ജീവിതത്തിലും എനിക്ക് മറച്ചു വയ്ക്കാൻ ഒരു രഹസ്യങ്ങളുമില്ല ആരുടെ മുമ്പിലും. പക്ഷെ ഇപ്പോൾ ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത് ഇതുവരെ ആരും അറിയാത്ത എന്റെ ലൈഫിലെ ഒരു അധ്യായം എന്റെ ആത്മകഥയിൽ എഴുതി ചേർക്കാൻ വേണ്ടിയാണ്. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് വരാം. ഇന്ന് എന്റെ മകളുടെ വിവാഹ നിശ്ചയമാണ്. മൈ ഓൺലി ഡോട്ടർ ശ്രേയ. ഇവൾ ഇഷ്ടപ്പെട്ട് ഇവൾ തന്നെ തെരഞ്ഞെടുത്ത ഭാവി വരൻ മിസ്റ്റർ ഗൗതം മേനോൻ. Give him a big clap. എന്റെ ഫാമിലി മെമ്പേഴ്സിന് ഇയാളെ ഒത്തിരി ഇഷ്ടമായി. I am sure you will also like him. ഇത്രയും സ്മാർട്ടായ എല്ലാവർക്കും ഇഷ്ടമായ ഒരാൾക്ക് ഞാൻ എന്തിന് എന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാതിരിക്കണം? ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിന് നിവൃത്തിയില്ല. ബിക്കോസ് ഞാൻ ഇയാളുടെ ശത്രുവാണ്. ഇയാളുടെ ജീവിതം നശിപ്പിച്ചുവെന്ന് ഇയാൾ തന്നെ പറയുന്ന ശത്രു അല്ലേ മിസ്റ്റർ ഗൗതം മേനോൻ? ഇയാൾ പറയുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ പറയണമെന്ന് ഇയാൾക്ക് വാശി. പറയാം, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഞാൻ തന്നെ പറയാം. എന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ ഒരിക്കൽ കാശ്മീരിൽ വെച്ച് ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ നിന്ന് കുട്ടിയായിരുന്ന ഇയാളുടെ ലൈഫ് ഞാൻ സേവ് ചെയ്തു. അത് നിങ്ങൾ വിശ്വസിക്കും, കാരണം that was my duty. പക്ഷെ അതിനിടയിൽ പട്ടാളക്കാർ ചുറ്റുമുള്ളപ്പോൾ ഇയാളുടെ അച്ഛന്റെയും അമ്മയുടെയും ഡെഡ് ബോഡീസിന്റെ മുന്നിൽ വെച്ച് അന്ന് മേജറായിരുന്ന ഈ ജോർജ് ജോസഫിനെ സാക്ഷി നിർത്തി ഇയാളുടെ ചേച്ചിയെ ഞാൻ റേപ്പ് ചെയ്തു. യെസ്, എന്നെ പോലെ ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ആർമി ഓഫീസർ ഡ്യൂട്ടിക്കിടയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൈം ചെയ്തു. ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ക്രൈം, ആർമിയുടെ ഒരു രേഖയിൽ പോലും ഇല്ലാത്ത ക്രൈം, കണ്ടു നിന്നു പറയുന്ന ഈ മേജർ പോലും ഇതുവരെ ആരോടും പറയാതിരുന്ന ഒരു ക്രൈം. യെസ്, ഞാൻ തന്നെ ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഇവൻ പറയുന്നു. ഇവൻ, ഈ മാന്യൻ, ഇല്ലാത്തൊരു റിവഞ്ച് സ്റ്റോറിയുമായി വന്ന് എന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ മാന്യൻ പറയുന്നതാണോ, അതോ എന്റെ മകളെ വശീകരിച്ച് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഒരു തെളിവുമില്ലാത്ത കള്ളക്കഥയുണ്ടാക്കി ഈ ക്രിമിനൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതാണോ നിങ്ങൾ വിശ്വസിക്കുക? യു ഡിസൈഡ്. ഞാൻ പണ്ട് കോർട്ട് മാർഷൽ ചെയ്ത ഈ കള്ളുകൂടിയൻ തെമ്മാടിയെയും ഒരു പത്രക്കാരൻ ഫ്രോഡിനെയും കൂട്ടുപിടിച്ച് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുമ്പോ യു ടെൽ മീ, ഞാൻ എങ്ങനെ എന്റെ മകളെ ഇവന് വിവാഹം ചെയ്ത് കൊടുക്കും? മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയെ നശിപ്പിക്കാൻ മാത്രം ക്രൂരനാണ് ഞാനെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഈ യൂണിഫോമിനോട് ഞാൻ അങ്ങനെ ഒരു അനീതി കാണിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ജനറൽ ഹരീന്ദ്രവർമ്മ അങ്ങനെ ചെയ്യുന്ന ഒരു ആഭാസനായിരുന്നുവെന്ന് എന്നെ അടുത്തറിയാവുന്ന നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ടെൽ മീ. എങ്കിൽ ഇവൻ പറഞ്ഞതുപോലെ ഈ രാജ്യം എനിക്ക് നൽകിയ എല്ലാ ബഹുമതികളും തിരിച്ചു നൽകി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കാം. നിങ്ങൾ പറ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയോ മകളോ അമ്മയോ
ആരെങ്കിലും ഒരാൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ഷൂട്ട് മൈസെൽഫ്. ജയിച്ചു. അപ്പോ ജനറൽ സാബ് തന്നെ ജയിച്ചു അല്ലേ? കണ്ടോ മേജർ, എല്ലാവരും വിശ്വസിച്ചു. ജനറൽ സാബ് പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചു. സാറിന്റെ മോളും ഭാര്യയും അമ്മയും എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ ഒരു സംശയം, നിരപരാധിയാണെങ്കിൽ, പരമസാത്വികനാണെങ്കിൽ സാർ എന്തിനു മരിക്കണം? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾ തന്നെ പറയൂ, മഹാനായ സാർ എന്തിനു മരിക്കണം? മരിക്കേണ്ടത് ഞാനല്ലേ, ക്രിമിനലായ ഞാൻ. സാറിന്റെ മകളെ വശീകരിച്ച് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്ന മാന്യനായ ഞാൻ അല്ലേ? അപ്പൊ സാർ എന്നെയല്ലേ കൊല്ലേണ്ടത്? നിങ്ങൾ പറ. ചെയ്തിട്ടില്ലെന്ന് ഈ മനസാക്ഷിക്ക് അത്ര ബോധ്യമുണ്ടെങ്കിൽ, ഹൃദയത്തിൽ നന്മയുടെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ, ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിനോട് അനീതി കാണിക്കില്ല എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്നെ കൊല്ലണം സാർ. ഞാൻ പറഞ്ഞത് കള്ളക്കഥയാണെന്ന് സകല ദൈവങ്ങളെയും ആണയിട്ടുകൊണ്ട് ധൈര്യമായിട്ട് കൊല്ലണം സാർ. സാറിനെ വിശ്വസിക്കുന്ന ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ച്, അറിയാതെ എന്നെ ഇഷ്ടപ്പെട്ടു പോയ ഈ മകളുടെ മുമ്പിൽ വെച്ച്, മകനെ പോലെ എന്നെ സ്നേഹിച്ച ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് ചങ്കുറപ്പോടെ കൊല്ലണം സാർ. വിശ്വസിപ്പിക്കാൻ എനിക്കാരുമില്ല. നഷ്ടപ്പെടാനും നേടാനും ഒന്നുമില്ലാത്തവനാ ഞാൻ. കുട്ടിക്കാലത്ത് ഞാൻ കരഞ്ഞു തീർത്ത കണ്ണീര് ആരും കണ്ടിട്ടില്ല. അത് സത്യമല്ലെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. സത്യം രണ്ടില്ല സാർ, ഒന്ന് മാത്രം. ഞാൻ പറഞ്ഞതല്ല, സാർ പറഞ്ഞത് മാത്രമാണ് സത്യമെങ്കിൽ കം ഓൺ, ഷൂട്ട് മീ സാർ. തടയണ്ട. എന്തിനാ മടിക്കുന്നത് സാർ? ശത്രുവിന് നേരെ തോക്ക് ചൂണ്ടിയാ പിന്നെ പതറാൻ പാടില്ല, കൈ വിറക്കാൻ പാടില്ല. അതാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ ഒരു ആർമി ഓഫീസർക്ക്. ഇന്ത്യയിലെ പാവപ്പെട്ട 10,000-കണക്കിന് പട്ടാളക്കാരുടെ അഭിമാനമാ ഇപ്പൊ ഈ വിരൽ തുമ്പില്. ഇവൻ പറഞ്ഞത് നുണയാണെങ്കിൽ ആത്മാഭിമാനമുള്ള ആ പട്ടാളക്കാർക്ക് വേണ്ടി ഷൂട്ട് ഹിം മിസ്റ്റർ ജനറൽ. Shame on you, General! Shame on you! To the President of India, Sir, I confess to a grave mistake and injustice I committed while in the official position in the army, which has disgraced and brought shame to the pride and honor of the army and the nation. I apologize to the nation and the people of India and hereby return every single felicitation and award which the nation had conferred on me. Yours sincerely, Harindranath Verma. വീണ്ടും ഒരു യാത്രയിൽ കണ്ടുമുട്ടണമെന്നത് ദൈവനിശ്ചയമാണ്. മനസ്സിൽ ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇനി യാത്രയിൽ കൂടെ ഈ ഇടിയേറ്റുമുണ്ട്. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറു പൂങ്കുല പോലിവളാടുമ്പോൾ
മൃദുമൗനം പോലും സംഗീതം പേരെന്താണെന്നറിവീല പൂവേതാണെന്നറിവീല ഇവളെന്റേതാണെന്നുള്ളം പാടുന്നു ഓ മുകിൽ കിനാവിൽ നിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂമിന്നൽ മഴത്തേറേറി വരും മിന്നൽ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ